ഓക്കെ സൗണ്ട് ഇപ്പോൾ സൗണ്ട് ഉണ്ടോ? ഓക്കെ എല്ലാവരും വന്നു. ലൈവിൽ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ ചന്ദന, ഓക്കെ രഞ്ജിത്ത്, ശ്യാമ, ഹേമന്ത്, വരുൺ, സഞ്ജന, യമുന, അഞ്ജു, ഓക്കെ അൻസിൽ, ആർഷ. ഓക്കെ ഇനി ആരാണ് പ്രസന്റ് ആവാനുള്ളത്? അഖില്, ശ്രീരാജ് വന്നിട്ടുണ്ടോ ലൈവില്? അഖിൽ, ശ്രീരാജ്. ഓക്കെ അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാറ്റിക് ജി കെ ആണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റാറ്റിക് ജി കെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ജി കെക്കകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ കാവ്യ, ഓക്കെ കാവ്യ, കാവ്യയുടെ കാര്യം വിട്ടുപോയി. ഓക്കെ കാവ്യ. അപ്പോൾ നോക്കിയോ, നമ്മൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് സ്റ്റാറ്റിക് ജി കെ. സ്റ്റാറ്റിക് ജി ഓക്കെ സ്റ്റാറ്റിക് ജി കെ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ജി കെക്കകത്ത് 25 ക്വസ്റ്റ്യൻസ്, പ്രിലിംസിന് മാത്രമേ നമുക്ക് ജി കെ ഉള്ളൂ. പക്ഷേ പ്രിലിംസിന് മാത്രമേ ജി കെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളതിനെ ഒരു നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല. കാരണം നമുക്ക് 25 ക്വസ്റ്റ്യൻസ് വരും, 50 മാർക്സിനാണ്. അപ്പോൾ ഈ 50 മാർക്സ് എന്ന് പറയുമ്പോൾ വലിയൊരു റോളാണ് അതിനുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇപ്പം വിചാരിച്ചോ, ഒരു 100 സ്റ്റുഡൻസിൻ്റെ 100 വേക്കൻസി ആണെന്ന് സപ്പോസ് നിങ്ങൾ വിചാരിക്കുക. 100 അല്ല, ഇപ്പോൾ 10,000 ആണ് വേക്കൻസി. എന്നാലും നമുക്ക് ഈ കണക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 100 എടുക്കുന്നത്. ഓക്കെ 10,000 ആണ്, ഒരു ആവറേജ് 10,000 ആണ് എല്ലാ പ്രാവശ്യവും വേക്കൻസി വരുന്നത്. ഓൾ ഇന്ത്യക്കകത്തുള്ള കാര്യമാണേ. ഓക്കെ അപ്പോൾ ഇപ്പോൾ 100 വേക്കൻസി ആണെന്ന് വിചാരിച്ചോ. അല്ല 100 പോസ്റ്റ് ഉണ്ടെങ്കിൽ 100 പോസ്റ്റിന് വേണ്ടിയിട്ട് എത്ര ആളുകളെ എടുക്കും? വേക്കൻസിയാണിത് 100 വേക്കൻസിയാണ്. ഓക്കെ എത്ര സ്റ്റുഡൻറ്റ് ലിസ്റ്റിൽ എത്ര പേരുണ്ടാവും? 300 ആളുകൾ ഉണ്ടാവും. ഓക്കെ 300 പേരുണ്ടാവും. വിചാരിച്ചോ 200ലുള്ള മാർക്കിന് 200 മാർക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ, 200 മാർക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ വിചാരിച്ചോ, സൗണ്ട് ഉണ്ടോ? ഓക്കെ അപ്പോൾ 200 മാർക്സ്, 200 മാർക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ 200 മാർക്കിൽ വിചാരിച്ചോ കട്ട് ഓഫ്, അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് വിചാരിച്ചോ 75 മാർക്സ് ആണെന്ന് വിചാരിച്ചോ. 75 ഓക്കെ സോറി 175 അല്ലെങ്കിൽ 75 വേണ്ട, 200-ലല്ലേ. അപ്പോൾ ഒരു 150 ആണെന്ന് വിചാരിച്ചോ. എന്തുവാ കട്ട് ഓഫ്? ഓക്കെ 150 കട്ട് ഓഫ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 100 പേരുടെ ലിസ്റ്റിൽ സാധാരണ ലിസ്റ്റിനകത്ത് 100 വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിനകത്ത് 300 പേരെ ഇൻക്ലൂഡ് ചെയ്യും. 3 ടൈംസ് സ്റ്റുഡൻസിനെ എക്സ്ട്രാ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 300ാമത്തെ ആളുടെ സ്കോറാണ് 150 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
അപ്പം 300-ാമത്തെ ആളുടെ നമ്പർ 150 ആണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് റാങ്കുകാരന് വിചാരിച്ചോ 200 തന്നെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, സെക്കൻഡ് അങ്ങനെ സെക്കൻഡിന് 196 അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഒരു 10 വരെ വന്നു. അല്ലെങ്കിൽ ഈ ഇതിനകത്ത് തന്നെ ചിലപ്പോൾ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ 3 പേർക്ക് ചിലപ്പോൾ 196 വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, 196 വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇനി ഫിഫ്ത്ത് വരുന്ന ആളുടെ നമ്പർ എന്ന് പറയുന്നത് സ്കോർ എന്ന് പറയുന്നത് 195.5 ആയിരിക്കും. ഓക്കെ, 195.5 ആയിരിക്കും. ഇതേ രീതിയിൽ സ്കോർ വരികയാണ്. ഇതേ രീതിയിൽ സ്കോർ വന്നു. 6th വരുന്ന ആളുടെ സ്കോറും സെയിം ആണ്. 7th വരുന്ന ആളുടെ സ്കോർ സെയിം ആയിരിക്കും. 8th വരുന്ന ആളുടെ സ്കോർ ചിലപ്പോൾ സെയിം ആയിരിക്കും. 9th വരുന്ന ആളുടെ സ്കോർ ചിലപ്പം 190 ആയിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ പോകും. അപ്പോൾ ഒരേ സ്കോറുള്ള ഇവിടെ ഞാൻ 1, 2, 3 ഒക്കെ കാണിക്കുന്നുള്ളൂ. പക്ഷേ സെയിം സ്കോറുള്ള ചിലപ്പം 100-ലധികം സ്റ്റുഡൻസും വേണമെങ്കിൽ ആകാം. ഓക്കെ, 100-ലധികം സ്റ്റുഡൻസിന് സെയിം സ്കോർ ആകാം. അപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ലിസ്റ്റിൽ ഇപ്പം നിങ്ങൾ എക്സാം എഴുതിയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടൊരു എക്സാം എഴുതുകയാണ്. ഓക്കെ എമ്മിന് സൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഒരു അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള ചെറിയ പ്രിപ്പറേഷനോടുകൂടി നിങ്ങളൊരു എക്സാം എഴുതുകയാണ്. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ സ്കോർ ഇപ്പോൾ ഞാൻ പറയാം 149.5 ആണ് നിങ്ങളുടെ സ്കോർ വന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, 149.5 ആണ് നിങ്ങളുടെ സ്കോർ വരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും. എന്താ 0.5 കൂടി, ഒരു 0.5 മാർക്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വന്നേനെ. ലിസ്റ്റിൽ വന്നല്ലോ. ആ ലിസ്റ്റിൽ എങ്ങനെയും ഒന്ന് നമുക്ക് ജോലി കിട്ടില്ലല്ലോ, അതില്ലെങ്കിൽ അത്രയും കയറി ആ ഒരു ലെവലിൽ എത്തിയല്ലോ എന്നൊരു സന്തോഷം വന്നേനെ. ഒരു 0.5 നിങ്ങൾ ലിസ്റ്റിൽ വരാത്തതിൻ്റെ. ഓക്കെ, പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ എഴുതി 9th റാങ്ക് വരെയൊക്കെ എഴുതി വിചാരിച്ചു 98th ആളുടെ മാർക്ക് 150 ആണ്. 99th ആളുടെയും മാർക്ക് 150 ആണ്. ഓക്കെ, 100th ആളുടെ സ്കോറും 150 വന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ സ്കോർ വരുന്നത് 150. ഇത് കട്ട് ഓഫ് അല്ലല്ലോ, കട്ട് ഓഫ് ആയിരുന്നല്ലോ നമ്മൾ 150 പറഞ്ഞേ. വിചാരിച്ചോ ഒരു 170, ഇത് 175, ഇതും 175, ഇതും 175. ഓക്കെ, എന്താ പറഞ്ഞത് 175 ആറുടെ സ്കോറാണ്. 100th ആൾ ടോട്ടൽ എത്ര വേക്കൻസി ഉണ്ട്? 100 വേക്കൻസി ആണുള്ളത്. വിചാരിച്ചോ ആ 100 പേർക്കകത്ത് 100 പേരും ജോബിന് വേണ്ടിയിട്ട് വില്ലിങ് ആണ്, അവർ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുക. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കില്ല. ചിലർ വേറെ ജോബിന് പോകുന്നവരുണ്ട്, ചിലരുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ എവിടെയെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല രീതിയിൽ ചിലപ്പം ജോലി കയറി കഴിഞ്ഞതിന് ശേഷം വേറെ നല്ല പോസ്റ്റ് കിട്ടുമ്പോൾ അവർ പോകുന്നവരുണ്ട്. അപ്പോൾ ആ വരുന്ന ബാക്കി വേക്കൻസിയൊക്കെ ഈ ലിസ്റ്റിൽ നിന്നാണ് ഫില്ലാകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലിസ്റ്റ് ഇടുന്ന സമയത്ത് വിചാരിച്ചോ ആ 100 പേരും റെഡിയാണ് ജോബിന് വേണ്ടി, അവരെല്ലാ രീതിയിലും പെർഫെക്റ്റാണ്, അവർ റെഡിയുമാണ്, വില്ലിങ്ങുമാണ്. അപ്പോൾ 100-ാമത്തെ ആളുടെ സ്കോർ 175 വന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ 100-ാമത്തെ ഈ ആൾക്ക് എന്ത് കിട്ടും? ജോബ് കിട്ടുമല്ലോ. 100-ാമത്തെ ആൾക്ക് എന്ത് കിട്ടും? ജോബ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സ്കോർ 174.5 ആയിരുന്നെന്ന് വിചാരിക്കുക. ഓക്കെ, 174.5 ആണ് നിങ്ങളുടെ സ്കോർ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഒരു 0.5 കൂടി ഇതിൻ്റെ കൂടെ ഒരു പ്ലസ് 0.5 കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയേനെ? 175 സ്കോർ വന്നേനെ. ആണോ അല്ലയോ? 175 വരുമായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്കും ജോബ് കിട്ടത്തില്ലായിരുന്നോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് ഓരോ 0.5നും വാല്യൂ ഉണ്ട്. നമുക്ക് ഒരു ആൻസേഴ്സ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ 0.5 നമുക്ക് മിസ്സാകും. ഇപ്പോൾ 4 അതായത് വിചാരിച്ചു നമ്മൾ ആൻസേഴ്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഇപ്പം 1 ശരി, സെക്കൻഡ് ശരി, തേർഡ് ശരി, ഫോർത്ത് ശരി, ഫിഫ്ത്ത് തെറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 6th തെറ്റ്, 7th തെറ്റി, 9th തെറ്റി, പിന്നെ 10th ശരിയായി. ഓക്കെ, അപ്പം നിങ്ങളുടെ കട്ട് ഓഫ് വരുന്നത് എന്താണ്? 0.5നാണ്. അതായത് 2 എണ്ണം റോങ് ആകുമ്പോൾ നിങ്ങളുടെ ഒരു സ്കോർ അങ്ങ് പോകും.
ഓക്കെ, രണ്ടെണ്ണം റോങ് ആകുമ്പോൾ നിങ്ങളുടെ ഒരു സ്കോർ ഇവിടെ വീണ്ടും രണ്ടെണ്ണം തെറ്റി, അപ്പോൾ നിങ്ങളുടെ സ്കോർ പിന്നെയും പോയി. അപ്പോൾ നിങ്ങൾക്ക് 5 നിങ്ങൾ കറക്റ്റ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് എത്ര മാർക്കേ കിട്ടത്തുള്ളൂ? 3 സ്കോർസേ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ വളരെയധികം നെഗറ്റീവ്സ് കുറച്ചിട്ട് വേണം എപ്പോഴും എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ. നിങ്ങൾക്ക് അറിയത്തില്ല ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നെഗറ്റീവ്സ് എത്രയും കുറയ്ക്കാവോ അത് കുറച്ചിട്ട് ചെയ്യണം. ഓക്കെ, നെഗറ്റീവ് അടിക്കാൻ ശ്രമിക്കരുത്. രണ്ടാമത്, ഒരു സബ്ജക്ട്സിനെയും നിങ്ങൾ എന്താ പറയുക, ഒരു ലേസിനെസ് ആയിട്ട് അല്ലെങ്കിൽ മാത്സ് എനിക്ക് ഇച്ചിരി ടഫാണ്, അപ്പോൾ മാത്സ് ഇച്ചിരി ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇംഗ്ലീഷ് എനിക്ക് കുഴപ്പമില്ല, അപ്പോൾ എന്നാൽ ഇംഗ്ലീഷ് അങ്ങ് പെർഫെക്റ്റ് ആക്കാം, അങ്ങനെ ഇരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ GK ഇച്ചിരി പഠിക്കാൻ കുറേ ഉണ്ട്, അല്ലെങ്കിൽ എന്താ എനിക്ക് തലേ നിൽക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി വെച്ചിട്ട് മാത്സും ഇംഗ്ലീഷും ഒക്കെ എനിക്ക് കുഴപ്പമില്ല, നല്ല സ്കോറുണ്ട്, അങ്ങനെ വിചാരിച്ചിരിക്കാൻ പാടില്ല. കാരണം എന്താണ്, എല്ലാ സബ്ജക്ട്സും ഈക്വലി നിങ്ങളുടെ സ്കോറിനെ സ്കോറിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് മൈൻഡ് വെച്ചിട്ട് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് വെച്ച് പഠിക്കണം. GKയുടെ സബ്ജക്ട്സ് ഒന്നും തന്നെ നിങ്ങൾ ഒഴിവാക്കരുത്. എത്ര കണ്ടന്റ് ഉണ്ടെങ്കിലും പഠിപ്പിക്കുന്ന അത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, പറയുന്ന രീതിയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്ന് പുതിയ സ്റ്റുഡൻ്റ് ഉണ്ട്. പുതിയ സ്റ്റുഡൻറ്റിൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? പറഞ്ഞേ, പുതിയ ആളാരായിരുന്നു? ഓക്കെ, അൻസിൽ. അൻസിൽ, പുതിയ സ്റ്റുഡൻറ്റിൻ്റെ പേര് അൻസിലാണ്. അൻസിലായിരുന്നു ഇന്നത്തെ പുതിയ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ പറഞ്ഞു GK പാർട്ടിനകത്ത്, GKയുടെ പാർട്ടിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതൊക്കെയാ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്, സെക്കൻഡ് ജിയോഗ്രഫി ഉണ്ട്. ഓക്കെ, ജിയോഗ്രഫി ഉണ്ട്. തേർഡ് വൺ എക്കണോമിക്സ്. ഫോർത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി എന്ന് പറഞ്ഞിട്ട് പഠിച്ചല്ലോ. ഫിഫ്ത്ത് വൺ സയൻസ്. സിക്സ്ത് സ്റ്റാറ്റിക് GK. സെവൻത് വൺ CA കറണ്ട് അഫെയേഴ്സ് കേട്ടോ, കറണ്ട് അഫെയേഴ്സ്. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മൾക്ക് GKയുടെ പാർട്ടിനകത്ത് പഠിക്കാനുള്ളത്. ഹിസ്റ്ററിയുടെ നമ്മൾ ഓൾറെഡി ഒരു ഡെമോ എടുത്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡെമോ എടുത്തായിരുന്നു. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് GKയുടെ ഡെമോയാണ്. കറണ്ട് അഫെയേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സെൽഫായിട്ട് പഠിക്കണം. ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾ സെൽഫായിട്ട് കറണ്ട് അഫെയേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഈ വീക്ക് തൊട്ട് ഈ വീക്കെൻഡ് മുതൽ നിങ്ങൾക്ക് കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു MCQ ടെസ്റ്റ് ഉണ്ടാവും. മിനിമം 5 ക്വസ്റ്റ്യൻ്റെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, മാക്സിമം എത്ര വേണേലും ആകാം. അപ്പോൾ ഈ വീക്കിലെ കറണ്ട് അഫെയേഴ്സ് അല്ലെങ്കിൽ 20th ജാനുവരി തൊട്ട്, 20th ജാനുവരിക്കാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത്, അന്ന് തൊട്ടുള്ള കറണ്ട് അഫെയേഴ്സിനകത്തു നിന്നായിരിക്കും ഈ വരുന്ന സാറ്റർഡേയിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുക. ഓക്കെ, മിക്കവാറും സാറ്റർഡേയിലോ സാറ്റർഡേയിലായിരിക്കും നിങ്ങളുടെ എക്സാംസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി സ്റ്റാറ്റിക് GK ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ്, കറണ്ട് അഫെയർ ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും. കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ കറണ്ട് ആയിട്ടുള്ള ഈവൻറ്റുകൾ. ഓക്കെ, നാഷണൽ ആകാം, ഇൻ്റർനാഷണൽ ആകാം, എല്ലാ രീതിയിലുള്ള. ഓക്കെ, നാഷണലും ഇൻ്റർനാഷണലും അത്യാവശ്യം ചില വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ലെവലിലെയും ചില കറണ്ട് അഫെയർസ് ചോദിക്കും. അതായത് ചില സ്റ്റേറ്റ്സിലെ കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വലിയ ന്യൂസായിട്ടൊക്കെ വരുന്ന കാര്യമാണെങ്കിൽ അതും നമുക്ക് ഏതിന് ചോദിക്കും? SSCയിൽ ചോദിക്കും. അപ്പോൾ SSC, റെയിൽവേ, IB അങ്ങനെയുള്ള എല്ലാ എക്സാംസിനകത്തും. പിന്നെ ഇനി സ്റ്റാറ്റിക് GK ആയിരിക്കുമല്ലോ. നിങ്ങൾക്ക് എന്താണ് സ്റ്റാറ്റിക് GK? ഓക്കെ, സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു സബ്ജക്റ്റിനകത്തും വരാത്ത കാര്യമാണ് സ്റ്റാറ്റിക് GK. ഓക്കെ, ഈ ഒരു സബ്ജക്ട്സിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാതെ മാറി നിൽക്കുന്ന കുറച്ച് ജനറൽ നോളജുകളുണ്ട്, ജനറൽ അവെയർനെസ്സുകളുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റിക് GKക്കാണ്. ഇനി ഈ സ്റ്റാറ്റിക് GKയും കറണ്ട് അഫെയറുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് GKക്ക്, അതായത് കറണ്ട് അഫെയേഴ്സിനകത്ത് നമ്മൾ ഇപ്പം കറണ്ട് അഫെയറായിട്ട് പഠിക്കുന്ന ഒരു 40% കാര്യങ്ങളും ഭാവിയിൽ എന്തായിട്ട് മാറും. കറണ്ട് അഫെയർ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ എക്സാം നടക്കുന്നതിന് ബാക്കിലോട്ടുള്ള 1 ഇയറിലെ കാര്യമാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കുറച്ച് ചില അവാർഡുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, അവാർഡുകളോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈ സ്പോർട്സ് ഈവൻറ്റ്സ് ഒക്കെ ആണല്ലോ. ഇപ്പോൾ ഒളിമ്പിക്സ് ആണെങ്കിൽ 4 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. അപ്പം വിചാരിച്ചോ 2020 ഒളിമ്പിക്സ് നടന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി അടുത്തത് എപ്പോഴായിരിക്കും നടക്കുന്നത്? 2024 നടക്കുകയുള്ളൂ. അപ്പം 2020 ഇപ്പോൾ വിചാരിച്ചോ ഒരു ജാനുവരിയിലാണ് ഒളിമ്പിക്സ് നടന്നതെങ്കിൽ നിങ്ങളുടെ എക്സാം വരുന്നത് ഒക്ടോബറിലാണ് എങ്കിൽ
ഓക്കെ, ഒളിമ്പിക്സ് നടന്നത് 2020 ജാനുവരിയിൽ, നിങ്ങളുടെ എക്സാം ഒക്ടോബറിൽ ആണ് എങ്കിൽ ഈ 2020 ഒളിമ്പിക്സിലെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കും. ഓക്കെ, 21 നടക്കുന്ന എക്സാമിനും ചോദിക്കും, 22 നടക്കുന്ന എക്സാമിനും ചോദിക്കും, 23 നടക്കുന്ന എക്സാമിനും ചോദിക്കും. 24 അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നതിന് മുന്നേ വരുന്ന എല്ലാ എക്സാംസിനും 20 നടന്ന ഒളിമ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ ഈ പറയുന്ന കൂട്ട് ഇയർലി ഗ്യാപ്പ് ഇട്ട് നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ചോദിക്കും. പിന്നെ ചില കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ എല്ലാ വർഷവും നടക്കുന്നതാണെങ്കിലും പ്രസൻറ്റ് ഇയറിലെയും അതിൻ്റെ പ്രീവിയസ് 2-3 പ്രീവിയസ് ഇയറിലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കറണ്ട് ഇയറിലതിൻ്റെ ഒപ്പം പ്രീവിയസ് ഇയറിലത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് ഈവൻറ്റ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വിൻ ചെയ്ത ആളുകളെ മാത്രം പഠിക്കാൻ പാടില്ല, ഫെയിലായ ആളുകളിൽ അത് ആരാണോ അതിനകത്ത് ഫെയിലായത് അവരുടെ പേര് പഠിക്കണം. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ടെന്നീസ്, സ്നൂക്കർ, അങ്ങനെയൊക്കെ ഇൻഡിവിജ്വൽ ഈവൻറ്റ്സ് ആണെങ്കിൽ ആ ഇൻഡിവിജ്വൽസ് അതിപ്പം നമ്മൾ ടീമാണെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ആണെങ്കിൽ ടീമിൻ്റെ പേരാണ് പറയുന്നത്, അല്ലെങ്കിൽ സച്ചിൻ ജയിച്ച് ഗാംഗുലി ജയിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്. എന്താ പറയുന്നത്? ഇന്ത്യ ജയിച്ച്, ശ്രീലങ്ക ജയിച്ച്, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ടീമാണ് പറയുന്നത്. അതേസമയം ടെന്നീസൊക്കെ ആണെങ്കിലോ, ടെന്നീസ്, ബാഡ്മിൻ്റൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ഇന്ത്യ ജയിച്ചു എന്നല്ലല്ലോ നമ്മൾ ആദ്യം പറയുന്നത്. നമ്മളെന്താ പറയുക? ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സൈന നെഹ്വാൾ ജയിച്ചു, അല്ലെങ്കിൽ സാനിയ മിർസ ജയിച്ചു, അല്ലെങ്കിൽ ദ്യോക്കോവിച്ച് ജയിച്ചു, അല്ലെങ്കിൽ റോജർ ഫെഡറർ ജയിച്ചു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പേര് പഠിക്കുമ്പോൾ അവരുടെ പേരിനോടൊപ്പം അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് രാജ്യമാണ് ആ രാജ്യവും കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആയോ കാര്യങ്ങൾ? അതുപോലെ തന്നെ ജയിച്ച ആളെ മാത്രം പഠിക്കാൻ പാടില്ല, ഫസ്റ്റ് വന്ന ആളെയും സെക്കൻഡ് വന്ന ആളെയും, ഇനി തേർഡ് പൊസിഷനുള്ള ഒളിമ്പിക്സ് ഒക്കെ ആണെങ്കിൽ അത്ലറ്റിക്സിനകത്തൊക്കെ അല്ലെങ്കിൽ സ്പോർട്സിനകത്തൊക്കെ തേർഡ് പൊസിഷനൊക്കെ പറയുന്നുണ്ട്. അപ്പം വെങ്കല മെഡൽ അല്ലേ, എന്താ സിൽവറും ബ്രോൺസും ഉണ്ടല്ലോ, ഗോൾഡ്, സിൽവർ, ബ്രോൺസും ഉണ്ട്. അപ്പോൾ 3 മെഡലും വിൻ ചെയ്ത ആളുകളുടെ പേര് പഠിക്കണം, അത് ഓർത്തിരിക്കണം. പിന്നെ 2 ടീംസ് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 ആളുകൾ തമ്മിൽ ഫൈനൽസൊക്കെ, സ്പോർട്സ് ആണെങ്കിൽ ഫൈനൽസിൽ 2 പേരായിരിക്കും വരുന്നത്. അപ്പം ഫസ്റ്റ് ആളിനെയും സെക്കൻഡ് ആളിനെയും പഠിച്ചിരിക്കുക, 2 പേരുടെയും രാജ്യം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം. നിങ്ങളിപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേണം പഠിക്കാൻ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയും, എന്താ പറയുക, ഒരു സ്പോർട്സ് ഈവൻറ്റ് തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സൺ റിലേറ്റഡ് ടു ദിസ്, ഒരു പർട്ടിക്കുലർ സ്പോർട്സ് ഈവൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ഒരു സ്പോർട്സ് ഇവൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺസിനെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിനെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റിയുടെ പേര് തന്നിട്ട് എന്താ പറയും, നിങ്ങളോട് പറയും വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗെയിം റിലേറ്റഡ് ടു ഹിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനും ആൻസർ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ചില ഫേമസ് ആളുകളുടെയൊക്കെ പേര് തന്നിട്ട് അവർ ഏത് ഫീൽഡിലാണ് ഫേമസ് എന്ന് ചോദിക്കാറുണ്ട്. സ്ട്രാറ്റജിക്കൊക്കെ ഒരു പാർട്ടാണത്. പിന്നെ ചിലപ്പോൾ ഒരു ഇപ്പം മ്യൂസിക് ഉണ്ടല്ലോ, കർണാട്ടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി, പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പം ആ ഇൻസ്ട്രുമെൻറ്റ്സിനകത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ഇൻ്റർനാഷണൽ ലെവലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പം അവരുടെ പേര് തന്നിട്ടോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഐറ്റം തന്നിട്ട് അതിനകത്ത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ഏതാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അപ്പം അത്യാവശ്യം ന്യൂസ് പേപ്പർ റീഡിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം, പിന്നെ ഞാൻ എക്സ്ട്രാ നിങ്ങളോട് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞാൽ അതൊക്കെ ചെയ്യണം, സമയങ്ങളിൽ പറയും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഇപ്പം എന്താ സ്ട്രാറ്റജിക്ക് എന്ന് ഏകദേശം മനസ്സിലായി. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണേലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ അറ്റ് പ്രസൻറ്റ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാ, പ്രസിഡൻ്റ് ആരാ എന്നൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ അതും ശ്രദ്ധിച്ചിട്ടില്ലാത്തവരുണ്ടാവും. അതേസമയം എന്താ പറയുക, സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന തൊട്ടുള്ള സമയത്തെയും ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയം തൊട്ടുള്ളയും പ്രസിഡൻസിനെയും പ്രൈം മിനിസ്റ്റേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിൽ അതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് പറയാവോ? ഇന്ത്യയുടെ പ്രസിഡന്റ്. ഓക്കെ, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് PM ആരാണെന്ന് പറയണം. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് പ്രസിഡന്റ് ആരാണെന്ന് പറയണം. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് PM ആരാണെന്ന് പറയണം. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞോളൂ, പെട്ടെന്ന് ആൻസർ ചെയ്തോ. നിങ്ങളുടെ GK ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. ജനറൽ GK, പൊതുവിജ്ഞാനം.
പ്രസന്റ് ആയിട്ടുള്ളവരെല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് അഖിലും ശ്രീരാജുവേ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാൻ കാണാത്തത്. ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്തോ. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? വേഗം പറഞ്ഞോളൂ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞോ. ഓക്കെ, ശ്രീരാജ് പ്രസന്റ് ആണല്ലോ. ഓക്കെ, PM ഓക്കെ, ഇത് 4ന്റെ ആൻസർ പറയണം. 4ന്റെ ആൻസർ പറയുക. ഇന്ത്യ ഈസ് ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സെക്കൻഡ്, ഇത് തേർഡ് ക്വസ്റ്റ്യൻ, ഇത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുക. 1 2 3 4 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് ചെയ്തോ. ശ്രീരാജ് മാത്രം ഇങ്ങനെ 2 ആൻസേഴ്സ് പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞു. ആർഷ റിപ്പബ്ലിക് പ്രസിഡന്റ്. ഓക്കെ, ആർഷ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് പ്രസിഡന്റിന്റെ പേര് പറഞ്ഞത് കറക്റ്റാണ്. ബാക്കിയുള്ളവർ രഞ്ജിത്ത് കറക്റ്റായിട്ടാണ് പറയുന്നത്, എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അൻസിൽ. ഓക്കെ, അൻസിൽ പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ, അഞ്ജു. അഞ്ജു ഒരെണ്ണം ശരിയാണ്, ഒരെണ്ണം തെറ്റാണ്. ഓക്കെ, ശ്യാമ. ഓക്കെ, പറഞ്ഞത് 3ഉം ശരിയാണ്, ഒരെണ്ണം കൂടി ആലോചിച്ച് നോക്കുക. സഞ്ജന. ഓക്കെ, 2 എണ്ണം ശരി. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്തേ? കാവ്യ, യമുന, വരുൺ, ഹേമന്ത്. ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്തോ. കാവ്യ. ഓക്കെ ഓക്കെ, ചിലപ്പോ ഓക്കെ ഓക്കെ, യമുനയുടെ ആൻസർ വന്നില്ല. പിന്നെ വരുണിന്റെ ആൻസർ വന്നില്ലല്ലോ. ഹേമന്ത്. അതെ, നമ്മളിതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാതെയോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ തെറ്റിപ്പോകാം. ചിലപ്പോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മാറിപ്പോകും. അങ്ങനെയൊക്കെ പല രീതിയിൽ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. എല്ലാവരും സൂക്ഷിച്ചൊക്കെ ചെയ്യണേ. അപ്പം നോക്കിക്കോ, നമുക്ക് താഴെ നിന്ന് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയാവോ? ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് താഴെ നിന്ന് വേണ്ട, മുകളിൽ നിന്ന് തന്നെ പറയാം. ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. യമുന ആൻസർ പറഞ്ഞേക്കുന്നുണ്ട്, പക്ഷെ അതാരാ? ചന്ദന പറയുന്നു ഫസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, തെറ്റാണ്. പറയൂ. ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്നത് എന്നാ? 15th ഓഗസ്റ്റ് 1947 ആണല്ലോ. ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് എപ്പോഴാ? 26th ജാനുവരി 1950 ആണല്ലോ. ഓക്കെ, 26th ജാനുവരി 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. ഇന്നത്തെ ദിവസം ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 22nd റിപ്പബ്ലിക് ഡേ ആണ് ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഞാൻ പറയാണ്,
ഒരു ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് പ്രസിഡന്റ് ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? പ്രൈം മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത്, അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത്, ആ ഇൻഡിപെൻഡൻസ് നമുക്ക് ആ സ്വാതന്ത്ര്യം തരുന്ന സമയത്ത്, കൈമാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു അധികാരം കൈമാറുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നത് മൗണ്ട് ബാറ്റൺ ആണ്. ഓക്കെ, 1947 ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് ഓക്കെ, ഇന്ത്യയുടെ ഗവർണർ ജനറൽ, അതായത് ഇൻഡിപെൻഡൻ്റ് ആകുന്നതിന് മുൻപും ഇൻഡിപെൻഡൻ്റ് ആകുന്നതിന് ശേഷവും. ഓക്കെ ചന്ദന കറക്റ്റ് ആണ്. 4 സെറ്റാണേ. ഓക്കെ നോക്കിയോ, ഡ്യൂറിങ് കൺഫ്യൂഷൻ ഉണ്ടാകും. പ്രസിഡന്റ് ആരാ, PM ആരാ, നമുക്ക് ആകെപ്പാടെ ചിലപ്പോൾ ഡൗട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആളുകളെയൊക്കെ അറിയാതിരിക്കും നമ്മൾ, പക്ഷേ വർഷങ്ങളായിട്ട് അതുമായിട്ട് ടച്ചിങ് പോയിരിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ 1947 ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് മുൻപായാലും, ബിഫോർ ഇൻഡിപെൻഡൻസ് ആണെങ്കിലും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് പൊസിഷൻ, ഇപ്പോൾ പ്രസിഡന്റ് ആണ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അപ്പം പക്ഷെ ആ സമയത്ത് ഇന്ത്യയുടെ ടോപ്പിലിരുന്നത് ആരാണ്? ഗവർണർ ജനറൽ ആയിരുന്നു കേട്ടോ. ആരാണ്? ഗവർണർ ജനറൽ. ഓക്കെ, ഗവർണർ ജനറൽ ആയിരുന്നു. ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ? മൗണ്ട് ബാറ്റൺ. ഓക്കെ, മൗണ്ട് ബാറ്റൺ ആയിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷവും മൗണ്ട് ബാറ്റൺ തന്നെയായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ടിരുന്നത്. എന്നാൽ പിന്നീട് മൗണ്ട് ബാറ്റൺ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി, ബ്രിട്ടനിലേക്ക് തിരിച്ചുപോയി. ആ സമയത്ത് ഇതാണ് ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയുടെ ആണ്. സെക്കൻഡ് ഗവർണർ ജനറൽ ആയിട്ടിരുന്നത് സി രാജഗോപാലാചാരി. ഓക്കെ, അപ്പം സി രാജഗോപാലാചാരി 1950 വരെ, ഓക്കെ, ഇദ്ദേഹം ടിൽ 1950 വരെ അദ്ദേഹം ആരായിരുന്നു? ഗവർണർ ജനറൽ ആയിരുന്നു ഇന്ത്യയുടെ. അപ്പോൾ ഇത്രയും സമയത്ത് അതായത് 1950 വരെ ഇന്ത്യക്ക് ആരേ ഉണ്ടായിരുന്നുള്ളൂ? ഗവർണർ ജനറലും PM ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യക്ക് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഗവർണർ ജനറലും PM ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്തിരുന്ന പദവി ആരായിരുന്നു? എന്തായിരുന്നു? ഗവർണർ ജനറൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതാരായിരുന്നു? ഫസ്റ്റ് മൗണ്ട് ബാറ്റണും സെക്കൻഡ് സി രാജഗോപാലാചാരിയുമാണ്. ഓക്കെ, 1950 26 ജാനുവരിയിൽ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു. ആ ദിവസം മുതലാണ് ഇന്ത്യക്ക് റിപ്പബ്ലിക് ആകുന്ന സ്റ്റേറ്റ്സ് അഥവാ നേഷൻസ്. റിപ്പബ്ലിക് ആകുന്ന നേഷൻസിനാണ് ആരുണ്ടാവുക? റിപ്പബ്ലിക്കായിട്ടുള്ള നേഷൻസിനാണ് പ്രസിഡന്റ് ഉള്ളത്. ഓക്കെ, റിപ്പബ്ലിക് ആയിട്ടുള്ള നേഷൻസിനാണ് ആരുണ്ടാവുക? പ്രസിഡന്റ് ഉണ്ടാവുക. ബ്രിട്ടൻ റിപ്പബ്ലിക് ആണോ? ബ്രിട്ടൻ, ഇംഗ്ലണ്ട് ഇല്ലേ? ഇംഗ്ലണ്ട്, UK, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ. ഓക്കെ, നിങ്ങൾ പറയൂ, ബ്രിട്ടൻ ഇൻഡിപെൻഡൻ്റ് ആണോ? ഓക്കെ, പറഞ്ഞോളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, റിപ്പബ്ലിക് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ആരുള്ളൂ? പ്രസിഡന്റ് ഉള്ളൂ. റിപ്പബ്ലിക് അല്ലാത്ത രാജ്യങ്ങളിൽ പ്രൈം മിനിസ്റ്റർ ആണ് ഉണ്ടാവുക. ഇപ്പം ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങളിൽ രാജഭരണമാണ് നിലവിലുള്ളത്. ഓക്കെ, രാജഭരണമാണ്, അവിടെ പ്രൈം മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയുക, ഇൻഡിപെൻഡൻസിന്റെ സമയത്ത്, ഇൻഡിപെൻഡൻ്റ് ആയി റിപ്പബ്ലിക് ആകുന്നതിന് മുന്നേ വരെ നമുക്ക് ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഗവർണർ ജനറൽ ഉണ്ടായിരുന്നു, പ്ലസ് ആരുണ്ടായിരുന്നു? PM ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ ഉണ്ടോ? നിൽ. ഈ പൊസിഷൻ നില്ല്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? നില്ലാണ്. അങ്ങനെ ഒരു പൊസിഷൻ ഇല്ലായിരുന്നു ആ സമയത്ത്. ഇനി ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ PM, പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? നിങ്ങൾക്ക് ചെറുതായിട്ട് എഴുതിയാൽ കാണത്തില്ല, ഞാൻ വലുതായിട്ട് എഴുതാം. ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് PM. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് PM ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി ഇന്ത്യ റിപ്പബ്ലിക്കായി. റിപ്പബ്ലിക് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു?
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് റിപ്പബ്ലിക് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയം തൊട്ടേ ഇങ്ങോട്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ റിപ്പബ്ലിക്കിന്റെ സമയത്ത് തീർച്ചയായിട്ടും ആരുണ്ട്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഇപ്പോൾ വരെ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഓക്കെ ശ്രീരാജ് എന്താണ്? നോ. ഓക്കെ, ഇല്ല. ഓക്കെ, ബ്രിട്ടന് പ്രസിഡന്റ് ഇല്ല. ശരിയാണ് ശ്രീരാജ് പറയുന്നത്. അപ്പം അടുത്തത് എന്താ പറഞ്ഞത് ഞാൻ? PM. ഓക്കെ, ഈ സമയത്ത് PM ആരാണ്? വീണ്ടും നെഹ്റു തന്നെയായിരുന്നു. ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്തും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. കാരണം എന്താണ്? ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ PM ആയിട്ടിരുന്ന ലോങ്സ്റ്റ് സർവിങ് PM ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യയുടെ ലോങ്സ്റ്റ് സർവിങ് PM ആരാണ്? പ്രൈം മിനിസ്റ്റർ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ലോങ്സ്റ്റ് സർവിങ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇദ്ദേഹം 1947 മുതൽ ഇദ്ദേഹം മരിക്കുന്നത് 1956 56 വരെയും ഇന്ത്യയുടെ PM ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ. അപ്പോൾ ബാക്കി PMസിനെ കുറിച്ചും പ്രസിഡൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റാറ്റിക് ജികെയുടെ പാർട്ടായിട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സ്റ്റാറ്റിക്കിൽ വരും. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വേറൊരു ടോപ്പിക്കാണ് സ്റ്റാറ്റിക് ജികെയുടെ. ഇത് ഇത്രയും ജസ്റ്റ് എന്നാണെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുത്തോ. നിങ്ങളുടെ പണ്ടത്തെ നോളജൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. 26 ജനുവരി 72nd റിപ്പബ്ലിക് ഡേ ആണ് ഇന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ദിവസം നമ്മുടെ PM ആണോ? അതായത് ഇന്നത്തെ നമ്മുടെ PM ആരാ? ഇപ്പോൾ നിലവിലെ PM ആരാ? നിലവിലെ PM മോദിയാണ് അല്ലേ? നരേന്ദ്രമോദി. ഓക്കെ, പ്രസിഡന്റ് ആരാണ്? രാംനാഥ് കോവിന്ദ്. ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ് പ്രസിഡന്റ് അല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ദിവസം ആരാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്? ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നു. ഇന്നത്തെ ദിവസം നരേന്ദ്രമോദി ആണോ അതോ രാംനാഥ് കോവിന്ദ് ആണോ ഇന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്? ആരെങ്കിലും നോക്കിയായിരുന്നോ? കണ്ടിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ? രാംനാഥ് കോവിന്ദ് ആണോ? അദ്ദേഹമാണ് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾ. അദ്ദേഹമാണോ അതോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ, അതായത് ഗവേണിംഗ് ബോഡിയുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. രാജ്യത്തിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യ എന്ന് നേഷൻ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പ്രസിഡന്റ് ആണ്. എന്നാൽ ഗവേണിംഗ് ബോഡിയുടെ ഹെഡ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? പ്രൈം മിനിസ്റ്ററെയാണ്. അപ്പോൾ നിങ്ങൾ പറയുക, ഇന്നത്തെ ദിവസം അതായത് റിപ്പബ്ലിക് ഡേയുടെ ദിവസം ഇവരിൽ ആരാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ആൻസേഴ്സ് വരാൻ തുടങ്ങി. രഞ്ജിത്ത്, ശ്യാമ, കാവ്യ, 2 ആൻസേഴ്സും വരുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ വേഗം ആൻസർ പറഞ്ഞേ, കേൾക്കട്ടെ. പെട്ടെന്ന് ഒന്ന് ആൻസർ അറിഞ്ഞോ, നോക്കട്ടെ. പെട്ടെന്ന് പറഞ്ഞോ. ഓരോരുത്തരുടെ ആൻസേഴ്സ് വരുന്നുണ്ട്. പെട്ടെന്ന് ബാക്കിയെല്ലാവരും ആൻസർ ചെയ്തോളൂ. ഓക്കെ, യമുന ആൻസർ ചെയ്തു. ഇനി ബാക്കിയുള്ളവർ എവിടെ പോയി? ആർഷ പറയൂ, ഇന്ന് ആരാണെന്ന്. ആരും നെറ്റിനകത്തൊന്ന് സെർച്ച് ചെയ്തിട്ട് എന്നോട് പറയരുത് കേട്ടോ. സത്യസന്ധമായിട്ട് പറയുക. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയാം കേട്ടോ. ചീറ്റിംഗ് ഒന്നും പാടില്ല. ബാക്കിയുള്ളവർ എന്ത് ചെയ്യേ? ആർഷ എന്ത് ചെയ്യേ? ശ്രീരാജ്, ഹേമന്ത്, വരുൺ, എല്ലാവരും എവിടെ പോയി? അൻസിൽ. ഓക്കെ, സഞ്ജനയുടെ ആൻസർ വന്നു. ചന്ദനയുടെ ആൻസർ വന്നു. ഓക്കെ, ആർഷയുടെ ആൻസർ വന്നു. ബാക്കിയുള്ളവര്
വരുൺ, ഹേമന്ത്, അഞ്ജു, അൻസിൽ, ശ്രീരാജ്. ഓക്കെ, അൻസിലിന്റെ ആൻസർ വന്നു. ഹേമന്ത്, ശ്രീരാജ്. ശ്രീരാജ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഓക്കെ ഓക്കെ, വരുൺ വന്നു. ഓക്കെ ഓക്കെ ഓക്കെ, യമുന പറയുന്നത് യമുനയുടെ കമൻസ് ഇച്ചിരി ഡിലേ ആയിട്ടാണ് വരുന്നത്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ യമുന, ഇവിടെ ചെക്ക് ചെയ്യാം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം ഞാൻ പറയാം ആൻസേഴ്സ്. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ പറഞ്ഞു. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് ഇന്ത്യക്ക് പ്രസിഡന്റ് ആയിരുന്നോ PM ആയിരുന്നോ ഉണ്ടായിരുന്നത്? ആരായിരുന്നു ഉണ്ടായിരുന്നത്? PM ആയിരുന്നു. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് അന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയുടെ PM ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. ആ സമയത്ത് PM ആയിരുന്നില്ല, PM ആയിട്ട്, അതായത് നിയുക്ത PM എന്നൊക്കെ പറയാം. അപ്പോൾ PM ആയിട്ട് സെലക്ട് ചെയ്ത ആളാണ് ആര്? നമ്മുടെ ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ് റെഡ് ഫോർട്ടിൽ അന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയ ദിവസം ഇന്ത്യയുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം പ്രൈം മിനിസ്റ്ററുടെ പൊസിഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എല്ലാ വർഷവും ഇൻഡിപെൻഡൻ്റ് ആയ സമയത്ത് റിപ്പബ്ലിക് ആയിട്ടില്ല, റിപ്പബ്ലിക് പിന്നീട് ആകുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയ സമയത്ത് ആരാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്? നെഹ്റു ആണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ നെഹ്റു ആരായിരുന്നു? PM ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഇന്ത്യയുടെ ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഇന്ത്യയുടെ PM ആയിരിക്കും. ഓക്കെ, ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് വരുന്ന പുതിയ പൊസിഷൻ ഏതാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന രാജ്യങ്ങൾക്ക് വരുന്ന പൊസിഷൻ, ആ രാജ്യങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, റിപ്പബ്ലിക്കൻ കൺട്രീസിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ഡേയുടെ ദിവസം ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ? ഇത് മറന്നുപോവോ? ഇനി മറന്നു പോകുമോ? എല്ലാവരും ഇത് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ തുടച്ചോട്ടെ? എഴുതിയെടുത്ത് കഴിഞ്ഞോ? എനിക്ക് തോന്നുന്നു നേരത്തെ എല്ലാവരും എഴുതിയെടുക്കുന്ന തിരക്കിലായിരുന്നായിരിക്കും. അതായിരിക്കും ആൻസേഴ്സ് പതുക്കെ പറഞ്ഞത്. ഞാൻ തുടയ്ക്കുവാണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എഴുതിയോ? പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, യമുനയുടെ കമൻ്റ് ആണ് ആദ്യം വന്നത് ഇപ്പോൾ കേട്ടോ. ഓക്കെ, നമ്മളിപ്പം ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഇൻ ഇന്ത്യ. എന്താണ് പഠിക്കാൻ പോകുന്നത്? അവാർഡ്സ് ആൻഡ് സിമ്പിൾ ആണ്, ആൻഡ് ഓണേഴ്സ്. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് അറിയാം, റിപ്പബ്ലിക് ഡേ ആയ ഇന്നത്തെ ദിവസം സാധാരണഗതിയിൽ റിപ്പബ്ലിക് ഡേ ദിവസം എന്തൊക്കെ അവാർഡ്സ് ആണ് കൊടുക്കാറുള്ളത് നിങ്ങൾക്ക് അറിയാവോ? ഇന്ത്യയുടെ കുറേ സിവിലിയൻ അവാർഡ്സുകളുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞോളൂ? ഇന്ത്യയുടെ സിവിലിയൻ അവാർഡ്സ്, കുറേ അവാർഡ്സ് ഇന്ന് കൊടുക്കുന്ന ദിവസമാണ്. അതായത് ഭാരതരത്നയുണ്ട്, പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട്. അതുപോലെ തന്നെ സൈനിക് അവാർഡ്സ് ആയിട്ടുള്ള കുറേ സൈനിക് അവാർഡ്സ് ഉണ്ടല്ലോ, ഗാലണ്ടറി അവാർഡ്സ് എന്ന് പറയും. ബ്രേവറിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പോലീസ് മെഡൽസ് കൊടുക്കാറുണ്ട്, ഗാലണ്ടറി അവാർഡ്സ് കൊടുക്കാറുണ്ട്. പരംവീർ ചക്ര, അശോക് ചക്ര, അങ്ങനെ കുറേ കേട്ടിട്ടുണ്ടോ? വീർ ചക്ര, മഹാവീർ ചക്ര കേട്ടിട്ടുണ്ടോ? കീർത്തി ചക്ര, ശൗര്യ ചക്ര, അങ്ങനെ കുറേ അവാർഡുകൾ നമ്മൾ ഈ റിപ്പബ്ലിക് ഡേയുടെ ദിവസം കൊടുക്കുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ? അറിയുമോ? നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അവാർഡുകളെയും ഓണേഴ്സിനെയും കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സിവിലിയൻ അവാർഡ്സ് ആണ്. എന്താണ്? സിവിലിയൻ അവാർഡ്സ് എന്നല്ല, അതിന് സിവിലിയൻ ഓണേഴ്സ് എന്ന് തന്നെ പറയാം. സിവിലിയൻ ഓണേഴ്സ്.
സിവിലിയൻ ഓണേഴ്സ്. സിവിലിയൻ ഓണേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിവിലിയൻ ഓണേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? സിവിലിയൻ ഓണേഴ്സ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? 4 എണ്ണമാണ് മെയിനായിട്ട് സിവിലിയൻ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 4 എണ്ണമാണ്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഭാരത് രത്ന. ഭാരത് രത്ന. ഓക്കെ, സെക്കൻഡ് വൺ ഏതാ? പത്മവിഭൂഷൺ. 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 തേർഡ് വൺ ഏതാണ്? പത്മഭൂഷൺ. പത്മഭൂഷൺ. പിന്നെ ഫോർത്ത് വൺ പത്മശ്രീ. പത്മശ്രീ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആർഷ. ഓക്കെ, ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെ 4 സിവിലിയൻ ഓണേഴ്സ് ആണ് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നൽകുന്നത്. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഏതാണെന്ന് പറയാമോ? ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഓക്കെ ഓക്കെ ഹർഷ, അഞ്ചു കറക്റ്റ് ആണ്. ഓക്കെ, ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഏതാണ്? ഭാരതരത്ന. ഭാരതരത്നയുടെ പ്രത്യേകത എന്താണ്? ഹയസ്റ്റ് സിവിലിയൻ ഓണർ, ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന എന്താ സിവിലിയൻ അവാർഡ് ഏതാണെന്ന് വെച്ചാൽ, അല്ലെ ഓണർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? പരമോന്നതമായിട്ടുള്ളത് ഏതാണ്? ഭാരതരത്നയാണ്. ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഏതാണ്? ഭാരതരത്നയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ളതിൻ്റെ അതായത് ബാക്കിയുള്ളതിനകത്ത് ടോപ്പ് ഫസ്റ്റ് ഏതാ, സെക്കൻഡ് ഏത്, തേർഡ് ഏത്, അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാണെന്ന്? ഭാരതരത്നയാണ് ഏറ്റവും ആദ്യം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആ കറക്റ്റ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുകയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ഏതാണ്, ഫോർത്ത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. വലിയ കാര്യമൊന്നുമല്ല, സിമ്പിൾ കാര്യമാണേ. ഇതുണ്ടോ പേരുകൾ ലാസ്റ്റ്? ബാക്കി മൂന്നിൻ്റെയും ഭാരതരത്നയാണ് ഏറ്റവും ടോപ്പെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. ആർക്കും ഇത് അറിയാൻ വയ്യാത്തവരാരും ഉണ്ടാവത്തില്ല. ഇനി പറയുന്നത് ബാക്കി 4 എണ്ണത്തിനകത്ത് വിഭൂഷൺ, ഇത് പത്മ എന്നുള്ളത് സെയിം ആണല്ലോ. ബാക്കി നോക്കുക, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇതിൻ്റെ സ്പെല്ലിങ്സ് ശ്രദ്ധിച്ചോ? ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എനിക്കൊന്ന് മലയാളത്തിൽ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. സ്പെല്ലിങ്സ് ശ്രദ്ധിച്ചോ? നമ്പർ ഓഫ് ലെറ്റേഴ്സ് നോക്കിയോ? നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് ഉള്ളത് ഏതിനകത്താണ്? വിഭൂഷണാത്താണ്. അതുകൊണ്ട് വിഭൂഷണാണ് ഏറ്റവും വലുത്. സെക്കൻഡ് ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് ഉള്ളത് ഏതാണ്? ഭൂഷണാത്താണ്. അപ്പോൾ സെക്കൻഡ് വരുന്നത് അതാണ്. തേർഡ് ഏതിനകത്താണ്? ശ്രീക്കകത്താണ്. അതുകൊണ്ട് തേർഡ് അതാണ് വരുന്നത്. അപ്പോൾ ടോപ്പ് ഭാരതരത്ന കഴിഞ്ഞിട്ട് ബാക്കി ഹയസ്റ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിഭൂഷണാണ്. ഭാരതരത്നയ്ക്ക് ശേഷം പിന്നെ വരുന്ന വിഭൂഷൺ, പിന്നെ ഭൂഷൺ, പിന്നെ ശ്രീ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എഴുതിയെടുത്തോ. ഇനി നമ്മൾ ഇതിനകത്ത് ഭാരതരത്ന കിട്ടിയവരുടെയൊക്കെ കൂടുതൽ ലിസ്റ്റ് നമ്മൾ ചെയ്യും. ഭാരതരത്ന കിട്ടിയ അത്യാവശ്യം നമ്മൾ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാവരെയും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് എല്ലാ വർഷമൊന്നും കൊടുക്കുന്നില്ല. അത് തന്നെയല്ല, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ളെങ്കിൽ അതുപോലെയുള്ള പേഴ്സണാലിറ്റീസിനാണ് ഭാരതരത്ന കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് പഠിച്ചിരിക്കണം. പിന്നെ പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും നിങ്ങൾ കറണ്ടായിട്ടുള്ളത് പഠിച്ചാൽ മതി. അതായത് ഏറ്റവും ലാസ്റ്റ് ആർക്കാണോ കൊടുത്തത് അവരുടേത് തൽക്കാലം പഠിച്ചാൽ മതി. അതാണ് അതേ ചോദിക്കാറുള്ളൂ. അങ്ങനെ അതിൽ കൂടുതലൊന്നും അങ്ങനെ ചോദിക്കത്തില്ല കേട്ടോ. SSC അല്ലെങ്കിൽ സെൻട്രൽ ലെവല് നമ്മൾ SSC, റെയിൽവേ അങ്ങനെയുള്ള നമ്മൾ SSCയുടെ ഇതിൽ എഴുതാൻ പോകുന്ന എല്ലാ എക്സാംസിൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. എഴുതിക്കോ.
യോ നമ്മൾ ഈ ഭാരതരത്ന കിട്ടിയവരെ കുറിച്ച് ലിസ്റ്റ് നമ്മൾ പഠിക്കും. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ ഒക്കെ റീസെന്റ് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ റിസീവ് ചെയ്ത ആളുകളുടെ പേര് നമ്മൾ പഠിക്കും. അതിനു മുന്നേ ബാക്കിയുള്ള അവാർഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം, നാഷണൽ ലെവലിലുള്ളത്. അതും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് പറയാം. ഇതിപ്പം ഞാൻ തുടക്കുകയാണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് പഠിച്ചു? സിവിലിയൻ ഓണേഴ്സ് പഠിച്ചു അല്ലേ? സിവിലിയൻ ഓണേഴ്സ് പഠിച്ചു ഫസ്റ്റ് നമ്മൾ. സെക്കൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർട്ടിക്കുലർ അവാർഡ്സ് ആണ്. സെക്കൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർട്ടിക്കുലർ അവാർഡ്സ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് സിവിലിയൻ അവാർഡ്സ്. സെക്കൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർട്ടിക്കുലർ അവാർഡ്സ്. ഓക്കെ, പർട്ടിക്കുലർ അവാർഡ്സ്. ഇനി ഈ പർട്ടിക്കുലർ അവാർഡ്സിനകത്ത് തന്നെ പല പല ടൈപ്പ് വരുന്നു, പല പല കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ സ്പോർട്സ് അവാർഡ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നാഷണൽ സ്പോർട്സ് അവാർഡ്സ്. ഓക്കെ, നാഷണൽ സ്പോർട്സ് അവാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാമോ നാഷണൽ സ്പോർട്സ് അവാർഡ്സ് ഏതൊക്കെയാണെന്ന്? നാഷണൽ ലെവലിൽ കൊടുക്കുന്ന സ്പോർട്സ് അവാർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ആരുടെ റിപ്ലൈ ഒന്നും വരുന്നില്ലല്ലോ. നാഷണൽ സ്പോർട്സ് അവാർഡ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? പെട്ടെന്നൊന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് എ, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡാണ് ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, രഞ്ജിത്ത്, ശ്യാമ, യമുന കറക്റ്റാണ് പറയുന്നത്. ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡാണ് ഇതിനകത്ത് നാഷണൽ സ്പോർട്സ് അവാർഡ്സിനകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത്. അതായത് ഓൾ ഇന്ത്യക്കകത്തെ ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡാണ്. എന്താ പറഞ്ഞത്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. അപ്പം ഞാൻ എഴുതാൻ പോവാണ്. എന്താണ് ഈ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞോളൂ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ്. ഓക്കെ, ഹയസ്റ്റ് സ്പോർട്സ് അവാർഡാണ്. അവാർഡ് ഇൻ ഇന്ത്യ കേട്ടോ. ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ ആണ് ഏതെന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. സെക്കൻഡ് പോയിന്റ് എന്താ നമ്മൾ പറയാൻ പോകുന്നത്? ഇതിനി ആർക്കാണ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഫോർ ദി ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് നൽകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സ്പോർട്സിൻ്റെ ഫീൽഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുന്ന വ്യക്തികൾക്കാണ് എന്ത് കൊടുക്കുന്നത്? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം നമുക്ക് ഇതിനകത്ത് അവാർഡുകൾക്കകത്ത കാര്യങ്ങൾ നമുക്ക് പറയാം. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പറയാം. ആ സമയത്ത് ഫസ്റ്റ് കിട്ടിയത് ആരാണ്, ഫസ്റ്റ് കിട്ടിയ വിമൻ ആരാണ്, ലാസ്റ്റ് കിട്ടിയത് ആരാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പം ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്പോർട്സിൻ്റെയും ഇതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ കറക്റ്റാണ്. ദ്രോണാചാര്യ, അർജുന, ധ്യാൻചന്ദ് എല്ലാം കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റിൻ്റെ ഫീൽഡിലാണെങ്കിൽ ചില പ്ലെയേഴ്സ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസുകൾ ചെയ്യാറുണ്ട് ഓവറോൾ അവരുടെ പെർഫോമൻസിനകത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗെയിമിനകത്ത്. ഇപ്പോൾ ഒളിമ്പിക്സിനകത്തൊക്കെ ആണെങ്കിൽ ഗോൾഡ് മെഡലൊക്കെ നേടിയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കിട്ടും. പിന്നെ അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്സ് എന്തെങ്കിലുമൊക്കെ വിൻ ചെയ്തിട്ട് ഇപ്പം
ഫസ്റ്റ് കിട്ടിയത് വിശ്വനാഥൻ ആനന്ദിനാണ്. വിശ്വനാഥൻ ആനന്ദിനെ എല്ലാവർക്കും അറിയാം, ചെസ് ചാമ്പ്യൻ ആണ്, വേൾഡ് ചെസ് ചാമ്പ്യൻ ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് അത് കൊടുക്കുന്നത്. അതുപോലെ സച്ചിനെ പോലെയുള്ള പ്ലെയേഴ്സ്, അല്ലെങ്കിൽ അഞ്ജു ബോബി ജോർജിനെ പോലെയുള്ള അത്ലറ്റ്സ്, അപ്പം അങ്ങനെയുള്ള ആളുകളാണ്, അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ അഞ്ജു ബോബി ജോർജൊക്കെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകളാണ്. അപ്പം ആ വേൾഡ് കോമ്പറ്റീഷനകത്തൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ഒളിമ്പിക്സിനകത്തൊക്കെ പോയിട്ടൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളുകൾക്കാണ് എന്ത് കൊടുക്കുന്നത്, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ അത്? ഇനി സെക്കൻഡ്, അതായത് നാഷണൽ സ്പോർട്സ് അവാർഡ്സിനകത്ത് സെക്കൻഡ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? സെക്കൻഡ് വൺ ബി, അർജുന അവാർഡ്. അർജുന അവാർഡ് കേട്ടോ, അർജുന അവാർഡ്. അർജുന അവാർഡ് കൊടുക്കുന്നത് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഇൻ ലാസ്റ്റ് 3 years കേട്ടോ. അർജുന അവാർഡ് എപ്പോഴാണ് കൊടുക്കുന്നത്? ഫോർ ദി ഔട്ട്സ്റ്റാൻഡിങ് performance in the last 3 years. Okay. അർജുന അവാർഡ് കൊടുക്കുന്നത് ഫോർ ദി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഇൻ ദ ലാസ്റ്റ് 3 years. ഓക്കെ, ഇത് അർജുന അവാർഡൊക്കെ കൊടുക്കുന്നത് ആർക്കാണ്? പ്ലെയേഴ്സിനാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി അർജുന അവാർഡ് ആണ് രാജീവ് ഗാന്ധി അവാർഡിനേക്കാളും ചെറിയതാണ് അർജുന അവാർഡ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ അർജുന അവാർഡ് വിൻ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും രാജീവ് ഗാന്ധി അവാർഡ് വാങ്ങിക്കുന്നത്. രാജീവ് ഗാന്ധി അവാർഡല്ല, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. ഓക്കെ, ഇത് വാങ്ങിക്കുന്നത്. ഇനി തേർഡ് വൺ ഞാൻ മുകളിലോട്ട് എഴുതാൻ പോവാണ്. നാഷണൽ സ്പോർട്സ് അവാർഡ്സിനകത്ത് 4 എണ്ണമാണ് വരുന്നത്. നാഷണൽ സ്പോർട്സ് അവാർഡ്സ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു രാജീവ് ഗാന്ധി ഖേൽരത്ന പറഞ്ഞു, സെക്കൻഡ് നമ്മൾ പറഞ്ഞു അർജുന അവാർഡ് പറഞ്ഞു. ഇനി ഇതിനകത്ത് തേർഡ് വൺ എന്ന് പറയുന്നത് ദ്രോണാചാര്യ അവാർഡാണ്. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ്. ഓക്കെ, ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് കൊടുക്കുന്നത്? ഒന്ന് പറഞ്ഞോളൂ. ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്നത് ആർക്കാണ്? ഫോർ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആസ് എ കോച്ച്. ഓക്കെ, എന്തിനാണ് കൊടുക്കുന്നത്? ഫോർ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആസ് എ കോച്ച്. ഫോർ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആസ് എ കോച്ച്. ഓക്കെ, ഇപ്പം ഒരു വിചാരിച്ചോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എന്താ പറയുന്ന ടീമിനെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അത്ലറ്റിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന ആളുകളുണ്ടല്ലോ, ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പുരാണങ്ങളിൽ, ഹിന്ദു പുരാണങ്ങളിൽ അർജുനൻ്റെ ഗുരുവാണ് ആര്? ദ്രോണാചാര്യ. അപ്പം ശിഷ്യന്മാർക്ക്, അതായത് പ്ലെയേഴ്സിന് കൊടുക്കുന്ന അവാർഡ് എന്താണ്? അർജുന അവാർഡാണ്. അപ്പോൾ അവരുടെ ഗുരുക്കന്മാർക്ക് നൽകുന്ന അവാർഡിൻ്റെ പേരെന്താണ്? ദ്രോണാചാര്യ അവാർഡ്. അങ്ങനെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ഫോർത്ത് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഫോർത്ത് വൺ എന്താ? മേജർ ധ്യാൻചന്ദ് ട്രോഫി. എന്താണ്? മേജർ ധ്യാൻചന്ദ് ട്രോഫി. മേജർ ധ്യാൻചന്ദ് ട്രോഫി. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ടോ? രാജീവ് ഗാന്ധി ഖേൽരത്ന ഞാൻ അങ്ങോട്ട് തുടയ്ക്കുകയാണേ. മേജർ ധ്യാൻചന്ദ് ട്രോഫി. ഓക്കെ, മേജർ ധ്യാൻചന്ദ് ട്രോഫി ആർക്കാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡായിട്ട് കൊടുക്കുന്നതാണ്. ആർക്ക് കൊടുക്കുന്നത്? ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്. എന്താണ്? ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്.
ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് കൊടുക്കുന്നതാണ് എന്ത് ധ്യാൻചന്ദ് ട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ, ധ്യാൻചന്ദ് ട്രോഫി എന്തിനു കൊടുക്കുന്നതാണ്? ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്. ആർക്കാണ്? സ്പോർട്സ് പേഴ്സൺസിനാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. സ്പോർട്സ് പേഴ്സൺസിന് കൊടുക്കുന്ന, പ്ലെയേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് ധ്യാൻചന്ദ് ട്രോഫി സാധാരണഗതിയിൽ റിട്ടയർഡ് ആയിട്ട് വരുന്ന റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, റിട്ടയർഡ് സ്പോർട്സ് പേഴ്സണാലിറ്റീസിനാണ് സാധാരണ മേജർ ധ്യാൻചന്ദ് അവാർഡ് കൊടുക്കുന്നത്. കാരണം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ ഏകദേശം. ഓക്കെ, ഇനി ധ്യാൻചന്ദ് ആരാണ് അറിയാവോ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മേജർ ധ്യാൻചന്ദ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇന്ത്യ ഒളിമ്പിക്സിനകത്ത് തുടക്കത്തിൽ, അതായത് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒളിമ്പിക്സിനകത്ത് പോകുന്ന സമയത്ത് ആദ്യം ഇന്ത്യക്ക് മെഡൽസ് വാരിക്കൂട്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് ഏത് ഐറ്റത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കിക്കകത്തായിരുന്നു കേട്ടോ. ഹോക്കിക്കകത്ത് ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 4 ഇയേഴ്സ് കൂടുമ്പോഴാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഹോക്കിയിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു നാഷണൽ ഗെയിമാണ് ഹോക്കി എന്നൊക്കെ ഇങ്ങനെ ഒരു പറയാറുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ നാഷണൽ ഗെയിമായിട്ട് ഹോക്കിയെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഹോക്കിയിൽ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹോക്കി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സ്പോർട്സ് ഐറ്റത്തിനകത്തെ ഒരു വിസാർഡ് എന്ന് തന്നെ പറയാം. ഓക്കെ, ഹോക്കി വിസാർഡ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടും, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പറയാം. ഈ ഹോക്കി വിസാർഡ് ആയിരുന്നു ആര്? മേജർ ധ്യാൻചന്ദ്. ഓക്കെ, അപ്പോൾ മേജർ ധ്യാൻചന്ദിൻ്റെ പേരിലാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സ്പോർട്സ് പേഴ്സണാലിറ്റീസിന് കൊടുക്കുന്നത്. ഇനി ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്, ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29 ആണ്. ഓഗസ്റ്റ് 29 ആണ് മേജർ ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ. ഓക്കെ, അപ്പോൾ ഈ ദിവസമാണ് ഇന്ത്യയുടെ നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ സ്പോർട്സ് ഡേ. ഓക്കെ, നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആരുടെ ബർത്ത് ആനിവേഴ്സറിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ ബർത്ത് ആനിവേഴ്സറിക്കാണ്? മേജർ ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേക്കാണ് കേട്ടോ. ബർത്ത് ആനിവേഴ്സറിയുടെ ദിവസങ്ങളിലാണ് നാഷണൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തോളൂ. ഇത് കഴിഞ്ഞിട്ട് പറയണേ. ക്ലിയർ ആയോ? എഴുതിയോ? ഓക്കെ, ഡൺ. ഓക്കെ, എഴുതി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് തുടയ്ക്കാം. ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് 29. ഓക്കെ, എഴുതിയല്ലോ. ബാക്കിയുള്ളവരൊക്കെ എഴുതിയോ? എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, എല്ലാവരെയും കൂടെ പൊട്ട പേജ് വന്നു. ഓക്കെ, എന്തെങ്കിലും ആരെങ്കിലും ഞാൻ തുടച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ സിവിലിയൻ അവാർഡ്സ് പറഞ്ഞതിന് ശേഷം പർട്ടിക്കുലർ അവാർഡ്സ് ആണ് പറയുന്നത്. പർട്ടിക്കുലർ അവാർഡ്സിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്? നാഷണൽ സ്പോർട്സ് അവാർഡ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇനി സെക്കൻഡ് പറയാൻ പോകുന്നത്, ഒത്തിരിയൊന്നുമില്ല, സെക്കൻഡ് പറയാൻ പോകുന്നത് നമ്പർ 2 അതാണ് നാഷണൽ ഫിലിം അവാർഡ്സ്. നാഷണൽ
ഓക്കെ, അപ്പം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇപ്പം ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ് അങ്ങോട്ട് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് എല്ലാ സബ്ജക്ട്സിൻ്റെയും നമുക്ക് എത്ര സബ്ജക്റ്റ് SSCക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ഓരോ ദിവസമായിട്ട് അങ്ങ് പോവാണ്. അതിനുശേഷം നമ്മൾ ഡെയിലി രണ്ട് സബ്ജക്ട്സ് വെച്ചിട്ടായിരിക്കും ക്ലാസ് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഒരു 1 month വരെ നിങ്ങൾക്ക് ചിലപ്പം മന്ത്ലി 3 days ആയിരിക്കും ക്ലാസ് വരുന്നത്. മന്ത്ലി അല്ല, വീക്കിലി 3 days ആയിരിക്കും ക്ലാസ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും. മാക്സിമം 99% ആളുകൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ അവർക്ക് ഇതുമായിട്ടൊന്ന് മിങ്കിളായിട്ടൊക്കെ വരാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് കമത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പതുക്കെ ഇതിനോടൊന്ന് അഡിക്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു 1 month നമ്മൾ സമയം തരികയാണ്. അപ്പോൾ നിങ്ങൾ പതുക്കെ ഒരു 1 monthനുള്ളിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ സ്റ്റഡീസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് നിങ്ങളോട് കുറേ കാര്യങ്ങൾ ഇപ്പം മാത്സിനകത്താണെങ്കിലും ഇംഗ്ലീഷിനകത്താണെങ്കിലും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വരിക. അപ്പോൾ 1 മാസത്തിന് ശേഷം പിന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ വീക്കിലി ചിലപ്പോൾ 3 എന്നുള്ളത് 4 to 5 or 6 or 7 ഡേയ്സിൽ വീക്കിലി ക്ലാസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ 5 to അല്ലെങ്കിൽ 4 to 7 days തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് തൊട്ട്, അതായത് 1 monthന് ശേഷം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ സ്ലോലി പോകുന്നു. അപ്പം മുന്നോട്ട് അങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ പതുക്കെ പെൻഡിങ് ഒന്നും പഠിക്കാനുള്ള അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കുക, റിവിഷൻ നെക്സ്റ്റ് ഡേയ്സിലൊക്കെ റിവിഷൻ ചെയ്യണം. പിന്നെ വീക്കെൻഡിൽ റിവിഷൻ ചെയ്യണം. ഓക്കെ, ഓരോ വീക്കിലും പഠിക്കുന്നത് വീക്കെൻഡിൽ റിവിഷൻ ചെയ്യണം, എന്നാലേ പറ്റത്തുള്ളൂ. നമ്മൾ 8 month ഡ്യൂറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മന്തിൽ ഇച്ചിരി സ്ലോയിൽ പോകുന്നു, ഇച്ചിരി അല്ലേ ഉള്ളൂ, പതുക്കെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാൻ പാടില്ല കേട്ടോ. പെർഫെക്റ്റ് ആകുക. ഞാൻ പഠിപ്പിക്കുമ്പോൾ കഴിവതും നിങ്ങൾ എന്നെക്കാളും മുന്നേ പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? നാഷണൽ ഫിലിം അവാർഡ്സ്. നാഷണൽ ഫിലിം അവാർഡ്സ് ആണ് സെക്കൻഡ് വൺ. തേർഡ് പറയാൻ പോകുന്നത് ഗാന്ധി പീസ് പ്രൈസ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് അറിയാലോ, നാഷണൽ ഫിലിം അവാർഡ്സ്, ബെസ്റ്റ് ആക്ടർ, ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഫീമെയിൽ ആക്ട്രസ്, അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ ഒന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഗാന്ധി പീസ് പ്രൈസ് അവാർഡ്സ്. ഓക്കെ, ഇതിനെക്കുറിച്ചും കൂടുതലായിട്ട് ഇപ്പോൾ ഒന്നും എഴുതുന്നില്ല. ഇതൊക്കെ നമുക്ക് ഓരോന്നും ഫസ്റ്റ് കിട്ടിയ ആളില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എല്ലാം കൂടെ ആവശ്യമില്ലാത്തതൊന്നും പഠിക്കേണ്ട. ഇപ്പോൾ പത്മഭൂഷണും അല്ലെങ്കിൽ നാഷണൽ ഫിലിം അവാർഡ്സ് ഒക്കെ വർഷങ്ങളായിട്ട് കിട്ടുന്നവരൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നാഷണൽ ഫിലിം അവാർഡ്സിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അതൊന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. ഇതാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞില്ലേ ടീച്ചർ ഒരു ഡൗട്ട്, പർട്ടിക്കുലർ അവാർഡ്സിൽ ഫസ്റ്റ് സ്പോർട്സ് കൊടുക്കുന്ന അവാർഡ്, അതിൽ സെക്കൻഡ് വരുന്നതാണ്. ഓക്കെ, ഓക്കെ ആർഷ. അതായത് നമ്മൾ ആദ്യം ഫസ്റ്റ്, അതായത് നമ്മൾ ഇതേ രീതിയിൽ ക്യാപിറ്റൽ 1 സിവിലിയൻ ആയിരുന്നു. ഓക്കെ, ക്യാപിറ്റൽ 2 ആണ് എന്ത്? പർട്ടിക്കുലർ അവാർഡ് ആണല്ലോ. സിവിലിയൻ അവാർഡ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി പർട്ടിക്കുലർ അവാർഡ്സിന് ഫസ്റ്റ് സ്പോർട്സിൻ്റെത് പറഞ്ഞു, സെക്കൻഡ് നമ്മൾ ഫിലിംസിൻ്റെത് പറയുന്നു, തേർഡ് നമ്മൾ എന്ത് പറയുന്നു? ഗാന്ധിയൻ അവാർഡ് കേട്ടോ, ഗാന്ധി പീസ് പ്രൈസ് പറയുന്നു. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. പർട്ടിക്കുലർ അവാർഡ്സിനകത്ത് 1, 2, 3 ആണിത്. ഇനി സ്പോർട്സ് അവാർഡ്സ്, പിന്നെ സ്പോർട്സിനകത്ത് 4 ഉണ്ടായിരുന്നു, പിന്നെ ഫിലിം, പിന്നെ ഗാന്ധി പീസ് പ്രൈസ്. ഇങ്ങനെയാണ്. ഇനി അടുത്തത് നമ്മൾ തേർഡ് വൺ ആണ് പറയാൻ പോകുന്നത്. ഇവിടെ തേർഡാണ് പറയാം. പിന്നെ ഇനി നമ്മൾ തേർഡ് പഠിക്കും. ഓക്കെ, ഈ അവാർഡ്സിൻ്റെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവാർഡ്സ് എല്ലാം പ്രസിഡൻ്റ് ആണ് നൽകുന്നത് കേട്ടോ. ഈ അവാർഡ്സ് ഒക്കെ പ്രസിഡന്റ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവാർഡ്സ് ഒക്കെ തന്നെ സ്റ്റേജിൽ അത് വിൻ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റെ കൈകൊണ്ട് കൊടുക്കുന്ന അവാർഡുകളാണിതെല്ലാം. ഓക്കെ, അപ്പം ക്ലിയർ ആയല്ലോ ആർഷയ്ക്ക്? ഓക്കെ, അപ്പോൾ ഗാന്ധി പീസ് പ്രൈസ് അവാർഡ്സ് എഴുതിയോ? നെക്സ്റ്റ് നമ്മൾ
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേവറി അവാർഡ്സ് ആണ്. ബ്രേവറി അവാർഡ്സ് ഇതും പ്രസിഡന്റ് ആണ് നൽകുന്നത്. ഇത് ഞാൻ തുടക്കുകയാണ്. ബ്രേവറി അവാർഡ്സ് തേർഡ് വൺ ബ്രേവറി അവാർഡ്സ്. ഓക്കെ, ഈ ബ്രേവറി അവാർഡ്സിനകത്ത് തന്നെ 2 കാറ്റഗറിയാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ബ്രേവറി അവാർഡ്സിനകത്ത് മെയിനായിട്ട് എത്ര കാറ്റഗറി ഉണ്ട്? 2 കാറ്റഗറി. ഫസ്റ്റ് വൺ പോലീസ് മെഡൽസ്. ഓക്കെ, പോലീസ് മെഡൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ അപ്പോൾ സ്റ്റേറ്റ്സിൽ മുഖ്യമന്ത്രിമാരും കൊടുക്കാറുണ്ടല്ലോ. ഉണ്ട്, അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ അവാർഡുകൾ കൊടുക്കാറുണ്ട്, പക്ഷെ നാഷണൽ ലെവലിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വരുന്ന പോലീസ് മെഡൽ. പോലീസ് മെഡൽസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. സെക്കൻഡ് വൺ എല്ലാവരും വെള്ളം കൂടി മാത്രമേ ഉള്ളൂ. ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൊണ്ടയിലെ വെള്ളമെല്ലാം പറ്റിപ്പോവും. കുറച്ച് സ്ട്രെയിൻ ചെയ്ത് ഒച്ചത്തിലല്ലേ പറയുന്നത്. നിങ്ങൾ ഉറങ്ങിപ്പോകരുത്. ഞാൻ ഇങ്ങനെ സാധാരണ രീതിയിൽ ഞാനിങ്ങനെ സ്ലോലി കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെ സ്ലോലി പറഞ്ഞ് ഞാൻ ചുമ്മാ നമ്മൾ വീട്ടിലിരുന്ന് കൊച്ചു വർത്താനം പറയുന്ന രീതിയിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. വല്ലതും കേട്ടോ ഇൻട്രസ്റ്റ് തോന്നിയോ? ഇപ്പം ഞാൻ പതുക്കെ പറഞ്ഞ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങൾ ഉറങ്ങിപ്പോവും. അപ്പം നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം സൗണ്ട് വെളിയിലെടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ എപ്പോഴും വെള്ളം കുടിക്കുന്നത്. പിന്നെ പഠിക്കുമ്പോൾ ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് നാരങ്ങയൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്നത്. നിങ്ങൾക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കുടിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞു? പോലീസ് അവാർഡ്സിൻ്റെ കാര്യം, പോലീസ് മെഡൽസിൻ്റെ കാര്യം പറഞ്ഞു. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് വൺ പറയാമോ? ഗാലണ്ടറി മെഡൽസ് ആണ് കേട്ടോ. ഗാലണ്ടറി മെഡൽസ്. ഗാലണ്ടറി മെഡൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫൻസ് മെഡൽസ് ആണ് കേട്ടോ. ഡിഫൻസ് മെഡൽസ് വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. 2 ടൈപ്പ് ഉണ്ട്. ഗാലണ്ടറി മെഡൽസിനകത്ത് 2 ടൈപ്പ് വരും. ആ 2 ടൈപ്പിനകത്ത് 3 അവാർഡുകൾ വീതം വരുന്നുണ്ട്. എന്താണ് 2 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പട്ടാളക്കാർക്ക് യുദ്ധസമയത്ത് നൽകുന്ന അവാർഡുണ്ട്. അതായത് ഒരു യുദ്ധകാല സമയത്ത് അവർ നടത്തിയ അവരുടെ ആ പെർഫോമൻസ് എന്നല്ല പറയുന്നത്, അവരുടെ ആ ഒരു സേവനത്തിനെ ആ സേവനത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് കൊടുക്കുന്ന അവാർഡുണ്ട്. ഓക്കെ, അതേസമയം പീസ്, അതായത് സമാധാന അന്തരീക്ഷമുള്ള സമയത്ത് അവർ നൽകുന്ന ആ സേവനത്തിന് വേണ്ടിയിട്ട്, മികച്ച സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന അവാർഡുകളുണ്ട്. അപ്പോൾ 2 രീതിയിലാണ്. വാർ ടൈം മെഡൽസും ഉണ്ട്, പീസ് ടൈം മെഡൽസും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വാർ ടൈം മെഡൽസ് ആണ്. വാർ ടൈം മെഡൽസ്. ഓക്കെ, വാർ ടൈം മെഡൽസ്. ഓക്കെ, വാർ ടൈം മെഡൽസ്. അതിനകത്ത് 3 എണ്ണമാണ് വരുന്നത്. ഓക്കെ, വാർ ടൈം മെഡൽസിനകത്ത് 3 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാ? പരംവീർ ചക്ര കേട്ടിട്ടുണ്ടാവുമല്ലോ. പരംവീർ ചക്ര. സെക്കൻഡ് മഹാവീർ ചക്ര. തേർഡ് വീർ ചക്ര. ഇവിടെ ഒന്നുമില്ല കേട്ടോ. വീർ ചക്ര. ഓക്കെ, അപ്പം നിങ്ങളിതൊക്കെ മറന്നു പോവും. ഈ പേരുകളെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലൂസ് പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനെ എല്ലാം ക്ലൂസ് വെച്ചിട്ട് പഠിച്ചിട്ടേ ചില കുട്ടികൾ എക്സാമിന് പോയിട്ട് ക്ലൂസ് മാത്രം ഓർമ്മയുണ്ട്, ആളുകളുടെ പേര് ഓർമ്മയില്ലാതെ വരും. പക്ഷെ അങ്ങനെയൊന്നും ആയിപ്പോയത്. നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസേഴ്സ് എടുക്കാൻ പറ്റണം. ക്ലൂസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേരും കൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കണം കേട്ടോ. അപ്പം വാർ ടൈമിൽ
വാറിൽ പോകുന്നില്ല വീരന്മാരാണെന്ന് ഓർക്കുക. വീർ 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 എന്ന് പറയുന്ന ആളുകൾ. കാരണം നമ്മൾ പീസ് ടൈമിൽ അവാർഡ്സിൻ്റെ അകത്തൊന്നും വീർ വരുന്നില്ല. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? വീർ 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 എന്ന് ഈ മൂന്നിനകത്തും ഉണ്ടല്ലോ. അപ്പോൾ വീർ 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 എന്നുള്ളതെല്ലാം എപ്പോഴാണ് കൊടുക്കുന്നത്? വാറിൻ്റെ ടൈമിലാണ് കൊടുക്കുന്നത്. ഇതല്ലേ നിങ്ങൾക്ക് തെറ്റുന്നത്? വീർ വീർ എന്നുള്ളതെല്ലാം എപ്പോഴാണ് കൊടുക്കുന്നത്? വാറിൻ്റെ ടൈമിലാണ് കൊടുക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അതിനകത്ത് ഹയസ്റ്റ്, സെക്കൻഡ് ഹയസ്റ്റ്, ലാസ്റ്റ് വൺ, അങ്ങനെ ആ ഒരു നമ്മളിൽ എന്താ പറയുക, ഭാരതരത്ന, പത്മവിഭൂഷൺ, ഭൂഷൺ അങ്ങനെ പഠിച്ചില്ല, അതേ രീതിയിലാണ് ഇതും എഴുതിയേക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറുതാണിത് വീർചക്ര, ചെറിയ പേര് വീർചക്ര. സെക്കൻഡ് ഹയസ്റ്റ് ഇത് കണ്ടോ, ഇത് ഇത്രയും സെയിം ആണല്ലോ. ഇതിൻ്റെ സ്പെല്ലിങ്ങും ഇതിൻ്റെ സ്പെല്ലിങ്ങും കൂടെ നോക്കും. ഇവിടെ 4 ലെറ്റേഴ്സേ ഉള്ളൂ, ഇവിടെ 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം വലുതേതാ? 5 ലെറ്റേഴ്സ് ഉള്ളത്. അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വീർ 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 ചേർത്തിട്ട് വരുന്നതെല്ലാം വാറിൻ്റെ ടൈമിൽ കൊടുക്കുന്നതാണ്. പരംവീർ ചക്ര ആണ് ടോപ്പ്, സെക്കൻഡ് മഹാവീർ ചക്ര, തേർഡ് വൺ വീർ ചക്ര. ക്ലിയർ ആണോ? എല്ലാ കാര്യത്തിലും ചിലപ്പോൾ എനിക്ക് ട്രിക്സ് ഒന്നും കിട്ടത്തില്ല കേട്ടോ, ഓർമ്മ വരുന്നത് അങ്ങ് പറഞ്ഞു തന്നിരിക്കും. പിന്നെ നിങ്ങൾ യൂട്യൂബ്സിനകത്തൊക്കെ നമുക്ക് ഒരുപാട് ട്രിക്സ് കാണും. ഞാൻ അതൊന്നും നോക്കാറൊന്നും ഇല്ല, ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ വല്ലവരുടെയും ട്രിക്ക് വെച്ച് പഠിക്കുന്നതിലും നല്ലത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ട്രിക്സ് പറഞ്ഞു തരുവാണെങ്കിൽ കൂടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ട്രിക്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുന്ന രീതിയിലുള്ള കോഡിങ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരാളുടെ കോഡ് എടുത്തിട്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എനിക്ക് ഓർമ്മ നിൽക്കുന്ന രീതിയിൽ എൻ്റെ ഒരു മൈൻഡിൽ വരുന്ന രീതിയിലുള്ള ട്രിക്സ് ഉണ്ടാക്കും. അപ്പം ഞാൻ അതെടുത്ത് പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു 15 പേര് അല്ലെങ്കിൽ 20 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ ആ 20 പേർക്കും അത് ദഹിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ദഹിക്കുന്ന കോഡ്സ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, ഇല്ലെങ്കിൽ മറന്നു പോകും നമ്മൾ എത്ര കോഡ് ഉണ്ടാക്കിയാലും. ഓക്കെ ആണല്ലോ? അടുത്ത പീസ് മെഡൽസ് പറഞ്ഞോട്ടെ. എൻ്റെ കമൻസ് ഒക്കെ ഉണ്ടോ? ഇത്രയും ക്ലിയർ ആണല്ലോ? തുടച്ചോട്ടെ നമുക്ക്. എന്നിട്ട് ഇത് തുടച്ചിട്ട് നമുക്ക്, ഇല്ലെങ്കിൽ മറ്റേത് എഴുതുമ്പോൾ ഒത്തിരി താഴോട്ട് പോയാലോ. ഇത് തുടച്ചിട്ട് വേണം നമുക്ക് പീസ് ടൈം മെഡൽസ് എഴുതാൻ വേണ്ടിയിട്ട്. എഴുതി കഴിഞ്ഞിട്ട് ഉടനെ പറയണേ. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, എഴുതി. സൗണ്ട് ഉണ്ടല്ലോ? ഓക്കെ, അപ്പം ഈ 3-4 മാസത്തിന് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു കോമൺ ബാച്ച് ആണ്, അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ ബാച്ചുകൾ വെക്കും. അപ്പം സ്പെഷ്യൽ GK, ഓരോ GKയുടെ ഡീറ്റെയിൽഡ് ബാച്ചുകൾ വെക്കും, ഓരോ സബ്ജക്ട്സിൻ്റെ കെമിസ്ട്രി, ജോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനെ ആ രീതിയിൽ പ്രത്യേകം ബാച്ചസ് വെക്കുന്നുണ്ട്. നിങ്ങളത് വാങ്ങിക്കാൻ എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ആ സമയത്ത് ഇപ്പോഴേ ഇല്ല, 3-4 മാസം കഴിഞ്ഞ് KS ഒക്കെ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ. പിന്നെ മാത്സിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു ബാച്ച് ഉണ്ടാവും, മാത്സ് മാത്രമായിട്ടുള്ള. അപ്പോൾ മിക്കവാറും ഹരിസാറ് തന്നെ ആയിരിക്കും അത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സെക്കൻഡ് എന്താണ്? പീസ് ടൈം മെഡൽസ്. നമ്മൾ ബ്രേവറി അവാർഡ്സിനകത്ത് ഫസ്റ്റ് പറഞ്ഞു ഫസ്റ്റ് പോലീസ് മെഡൽസും ഗാലൻഡറി മെഡൽസും പറഞ്ഞു. ഇനി ഗാലൻഡറി മെഡൽസിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വാർ ടൈം മെഡൽസും പറഞ്ഞു, പീസ് ടൈം മെഡൽസും പറഞ്ഞു. അപ്പം ഞാൻ എന്തായിരുന്നു സിമ്പിൾ ഇതായിരിക്കും അല്ലേ ഇട്ടത്? ഇതായിരുന്നു ഇട്ടത് ഫസ്റ്റ്. വാർ ടൈം മെഡൽസിൻ്റെ കൂടെ ഈ വണ്ണായിരുന്നു ഇട്ടത്, അതാണെങ്കിൽ ഈ 2 എഴുതുക കേട്ടോ, ഓർമ്മയില്ല. അപ്പം ഇതിനകത്ത് എന്താ? പീസ് ടൈം മെഡൽസ്. ഇതിന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ട്രിക്ക് വരുന്നില്ല കേട്ടോ, ചിലപ്പോൾ വായിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും രീതിയിൽ ഓർത്തിരിക്കുന്ന. പീസ് ടൈം മെഡൽസ് ഏതൊക്കെയാ പറയാവോ? ഫസ്റ്റ് ഇതെല്ലാം ചക്രാസ് ആണ് കേട്ടോ. നേരത്തെ എന്തായിരുന്നു? വീർ ചക്രാസ് ആയിരുന്നു, ഇവിടെ വെറും ചക്രാസ് ആണ് കേട്ടോ.
ഇവിടെ അശോക് ചക്ര. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ കോഡ് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. സെക്കൻഡ് കീർത്തി ചക്ര. മൂവിയുടെ പേര് ഓർമ്മയുണ്ടല്ലോ, കീർത്തി ചക്ര. തേർഡ് ശൗര്യ ചക്ര. ശൗര്യ ചക്ര. ഓക്കെ, ഇത് സാധാ ചക്രങ്ങളാണ് കേട്ടോ. മറ്റേത് വീർ ചക്ര യുദ്ധസമയത്താണേ. അപ്പം അങ്ങനെ ഓർത്തിരിക്കണേ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഓരോന്നിനെയും കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ പോകണം. ഭാരതരത്നയെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പറയാമോ, നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്? അപ്പം നിങ്ങൾ ആദ്യം തൊട്ട് പറയുക. ഓക്കെ, ആദ്യം തൊട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് പറയണം കേട്ടോ. എൻ്റെ കൂടെ പറഞ്ഞില്ലെങ്കിൽ മറന്നു പോവേ എക്സാമിൻ്റെ സമയത്ത്. അതുകൊണ്ട് ഞാൻ പ്രാഗമൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ എൻ്റെ കൂടെ പറയണം. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഉറക്കെ പറയുക. മനസ്സിൽ പറയരുത് കേട്ടോ, ഉറക്കെ സൗണ്ട് വരുത്തി തന്നെ പറയുക. സൗണ്ട് വെച്ച് തന്നെ പറയുക, എന്നാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മൈൻഡിൽ അത് നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിച്ചത് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഫസ്റ്റ് വൺ സിവിലിയൻ അവാർഡ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? സിവിലിയൻ അവാർഡ്സ്. സിവിലിയൻ അവാർഡ്സിനകത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഫസ്റ്റ് വൺ ഏതാണ്? ഭാരതരത്ന. സെക്കൻഡ് പത്മവിഭൂഷൺ. തേർഡ് പത്മഭൂഷൺ. ഫോർത്ത് വൺ പത്മശ്രീ. ഓക്കെ, അപ്പോൾ ഭാരതരത്നയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്നാണ് ഭാരതരത്നയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ എന്താണ് പഠിച്ചത്? സെക്കൻഡ് പർട്ടിക്കുലർ അവാർഡ്സ് പറഞ്ഞു. പർട്ടിക്കുലർ അവാർഡ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് സ്പോർട്സ് അവാർഡ്സിനെ കുറിച്ചാണ്. സ്പോർട്സ് അവാർഡ്സിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാ? ഓക്കെ, നിങ്ങൾ പറയുന്നില്ലല്ലോ, അപ്പം നിങ്ങൾ പറ. ഫസ്റ്റ് എന്താ നമ്മൾ പഠിച്ചത്? ഏറ്റവും ആദ്യം അവാർഡ്സ് ആൻഡ് ഓണേഴ്സിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ഓക്കെ, സിവിലിയൻ അവാർഡ്സ് പഠിച്ചു. സിവിലിയൻ അവാർഡ്സ് അല്ല, സിവിലിയൻ ഓണേഴ്സ് പഠിച്ചു. സിവിലിയൻ ഓണേഴ്സ്. സിവിലിയൻ ഓണേഴ്സിനകത്ത് നമ്മൾ 4 എണ്ണം പഠിച്ചു. ഏതൊക്കെയായിരുന്നു? വേഗം പറഞ്ഞോ. ഓക്കെ, ഏതൊക്കെയാ? ഭാരതരത്ന, പിന്നെ പത്മവിഭൂഷൺ, പിന്നെ പത്മഭൂഷൺ, പിന്നെ പത്മശ്രീ. ഓക്കെ ആണല്ലോ? പറഞ്ഞല്ലോ, എല്ലാവരും പറഞ്ഞല്ലോ. ഇനി ഭാരതരത്നയുടെ പ്രത്യേകത എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പറഞ്ഞോളൂ. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണല്ലോ. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് അഥവാ ഹയസ്റ്റ് സിവിലിയൻ ഓണർ. ഹയസ്റ്റ് സിവിലിയൻ ഓണർ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഓണർ എന്ന് പറയുന്നത് എന്താ? അവാർഡ് പറയാതെ ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈസ് മണി കൊടുക്കുന്നില്ല കേട്ടോ. അവാർഡ്സിനകത്തൊക്കെ പ്രൈസ് മണി ഉണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സെക്കൻഡ് സിവിലിയൻ അവാർഡ്സിന് ശേഷം സെക്കൻഡ് എന്താ പഠിച്ചത്? ഓക്കെ, പർട്ടിക്കുലർ അവാർഡ്സ് പഠിച്ചു. ഓക്കെ, പർട്ടിക്കുലർ അവാർഡ്സ് പഠിച്ചു. പർട്ടിക്കുലർ അവാർഡ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് ഏതാ പഠിച്ചത്? ഞാൻ പറഞ്ഞു ഫസ്റ്റ് പഠിച്ചത് നാഷണൽ സ്പോർട്സ് അവാർഡ്സ് പഠിച്ചു അല്ലേ? നാഷണൽ സ്പോർട്സ് അവാർഡ്സ് പഠിച്ചു. നാഷണൽ സ്പോർട്സ് അവാർഡ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് ഏതായിരുന്നു പറഞ്ഞത്? 4 എണ്ണം പറഞ്ഞു. ഫസ്റ്റ് ഏതായിരുന്നു? ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ 2 പ്രത്യേകതകൾ എഴുതിയായിരുന്നല്ലോ. ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ പറഞ്ഞു. ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ പറഞ്ഞു. സെക്കൻഡ് എന്താ പറഞ്ഞത്? ഫോർ ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ. ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? രാജീവ് ഗാന്ധി ഖേൽ രത്ന കൊടുക്കുന്നത്. സെക്കൻഡ് നമ്മൾ എന്താ പറഞ്ഞത്? സെക്കൻഡ് സ്പോർട്സ് അവാർഡ് ഏതായിരുന്നു?
ഓക്കെ, അർജുന അവാർഡ്. അർജുന അവാർഡ് കൊടുക്കുന്നത് എപ്പോഴാണ്? അർജുന അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഓഫ് ലാസ്റ്റ് 3 ഇയേഴ്സ്. ലാസ്റ്റ് 3 ഇയേഴ്സിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അർജുന അവാർഡ് കൊടുക്കുന്നത്. അപ്പം സ്പോർട്സ് അവാർഡ്സിനകത്ത് തേർഡ് നമ്മൾ എന്താ പഠിച്ചത്? തേർഡ് പഠിച്ചു ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് കൊടുക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഓഫ് കോച്ച്. ഓക്കെ, കോച്ചിന് കൊടുക്കുന്നതാണ്. ഓക്കെ, അടുത്ത നമ്മൾ ലാസ്റ്റ് ഫോർത്ത് വൺ എന്താണ് പഠിച്ചത്? ഫോർത്ത് വൺ പഠിച്ചത് എന്തായിരുന്നു? ഓക്കെ, ധ്യാൻചന്ദ്, മേജർ ധ്യാൻചന്ദ് ട്രോഫി കൊടുക്കുന്നത് ആർക്കാണ്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലൈഫ് ടൈം അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ലൈഫ് ടൈം അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് സാധാരണ റിട്ടയേർഡ് സ്പോർട്സ് പേഴ്സൺസിനാണ് ഇത് കൊടുക്കുന്നത്, ധ്യാൻചന്ദ് അവാർഡ് കൊടുക്കുക, ധ്യാൻചന്ദ് ട്രോഫി കൊടുക്കുക. മേജർ ധ്യാൻചന്ദ് ഏത് ഫീൽഡിലാണ് ഫേമസ് ആയിട്ടുള്ളത്? ഏത് സ്പോർട്സ് ഐറ്റത്തിലാണ് മേജർ ധ്യാൻചന്ദ് ഫേമസ് ആയത്? ഓക്കെ, അദ്ദേഹം ഹോക്കിയിലായിരുന്നു, ഹോക്കിയിൽ. ഓക്കെ, ഇനി ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ എന്നാണ്? ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 29 ആണ്. ഓഗസ്റ്റ് 29ന്റെ പ്രത്യേകത എന്താണ്? നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 29 ആണ്. ഓക്കെ, ഇനി നമ്മൾ പർട്ടിക്കുലർ അവാർഡ്സിനകത്ത് സെക്കൻഡ് ആയിട്ട് പഠിച്ചത് എന്തായിരുന്നു? സെക്കൻഡ് പറഞ്ഞോളൂ. സെക്കൻഡ് നാഷണൽ ഫിലിം അവാർഡ്സ് പറഞ്ഞു. അതിനുശേഷം തേർഡ് വൺ നമ്മൾ എന്താ പറഞ്ഞത്? ഗാന്ധി പീസ് പ്രൈസ് അല്ലേ? ഗാന്ധി പീസ് പ്രൈസ്. ഇനി നമ്മൾ തേർഡ് വൺ മെയിൻ ഇതിനകത്ത് തേർഡ് വൺ ആയിട്ട് പറഞ്ഞ എന്തായിരുന്നു? ബ്രേവറി അവാർഡ്സ് പറഞ്ഞു അല്ലേ? ബ്രേവറി അവാർഡ്സിനകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? ഫസ്റ്റ് വൺ പോലീസ് മെഡൽസ്, സെക്കൻഡ് വൺ ഗാലണ്ടറി മെഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൻസിൽ കൊടുക്കുന്ന മെഡൽസ് ആണ് ഗാലണ്ടറി മെഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗാലണ്ടറി മെഡൽസ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ ഗാലണ്ടറി മെഡൽസ്? 2 ടൈപ്പ്. ഓക്കെ, വാർ ടൈം മെഡൽസ് ഉണ്ട്, പീസ് ടൈം മെഡൽസ് ഉണ്ട് അല്ലേ? വാർ ടൈം മെഡൽസും പീസ് ടൈം മെഡൽസ്. വാർ ടൈം മെഡൽസ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ? 3 എണ്ണം. ഓക്കെ, ഏതൊക്കെയായിരുന്നു? പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര. ഓക്കെ ആണല്ലോ? പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര. ഓക്കെ, സെക്കൻഡ് എന്തായിരുന്നു? സെക്കൻഡ് ടൈപ്പ് ഏതാ? പീസ് ടൈം മെഡൽസ്. ഓക്കെ, പീസ് ടൈം മെഡൽസിനകത്ത് 3 എണ്ണം വരുന്നുണ്ട്. അത് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാ പീസ് ടൈമിൽ? അശോക് ചക്ര, പിന്നെ അശോക് ചക്ര, കീർത്തി ചക്ര. തേർഡ് വൺ ശൗര്യ ചക്ര. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി എല്ലാവരും എനിക്ക് കമന്റ് ചെയ്തേ, ക്ലിയർ ആണോ? എല്ലാവർക്കും എല്ലാം ഫുൾ കംപ്ലീറ്റ് പറയാൻ പറ്റുമോ? എല്ലാവർക്കും കംപ്ലീറ്റ് എൻ്റെ ഒപ്പം ഞാൻ ചോദിച്ച ഒപ്പം പറയാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും എനിക്ക് റിപ്ലൈ തന്നേ. എല്ലാവരും എനിക്ക് റിപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ റിവൈസ് ചെയ്ത സമയത്ത് എല്ലാവരും എൻ്റെ ഒപ്പം പറഞ്ഞോ? നിങ്ങൾക്ക് പറയാൻ പറ്റിയോ? ഓർമ്മ വരുന്നുണ്ടോ? ബുക്കിലൊക്കെ നോക്കി വായിച്ചേതോ? വേഗം കമന്റ് ചെയ്തോ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ചന്ദന, രഞ്ജിത്ത്, കാവ്യ, ശ്യാമ, ആർഷ, ഹേമന്ത്, വരുൺ, അഞ്ജു. ഓക്കെ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യേ? ശ്രീരാജ് എന്ത് ചെയ്യേ? യമുന എന്ത് ചെയ്യേ? അൻസൽ എന്ത് ചെയ്യേ? യമുനയുടെ ഇടയ്ക്ക് കമൻസ് ചില സമയത്തൊക്കെ സ്ലോലി ആണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നു. ഓക്കെ, എല്ലാവർക്കും പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്മിറ്റ് ആകുന്നുണ്ടായിരുന്നു, ചില സമയത്ത് ഡിലേ ആയിട്ടാണ് വരുന്നതെന്ന്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പുള്ളിയുടെ കമൻറ്റ് വന്നായിരുന്നു.
ഓക്കെ യമുനയുടെ ഓക്കെ യമുന, ശ്രീരാജ്, അൻസിൽ എല്ലാവരുടെയും റിപ്ലൈ വന്നു. ഓക്കെ എല്ലാവർക്കും ക്ലിയർ. എന്തുവാന്ന് എല്ലാവരും ഓക്കെ അടിക്കുന്നു. ക്ലിയർ ആയെന്ന് 1-2 പേരെ പറഞ്ഞിട്ടുള്ളൂ. യെസ് മാഡം ഓക്കെ എന്നൊക്കെ പറയുന്നു. എല്ലാവരും പറഞ്ഞോ? ഓക്കെ അപ്പോൾ സാറ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പിന്നീട് ഇടയ്ക്ക് കോമൺ ടെസ്റ്റ് നടത്തുവേ, കോമൺ ആയിട്ടുള്ള ടെസ്റ്റ്. ആ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്ത് വർക്കിംഗ് ആയിട്ട് അഖിൽ, ശ്രീരാജൊക്കെ വർക്കിംഗ് ആയിട്ടുള്ളവരാണ്. അപ്പം ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർ ഈവനിങ് ടൈമിലാണ് അവർക്ക് സമയമുള്ളത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരുടെയും കൂടി, അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ അവർക്ക് ഹോളിഡേ ആയിട്ടുള്ള ദിവസങ്ങൾ എല്ലാവരുടെയും കൂടെ ഫീസിബിൾ ആയിട്ടുള്ള സമയത്ത് കോമൺ ആയിട്ട് ടെസ്റ്റ് പേപ്പർ നടത്തും. നമ്മുടെ ആപ്പിൽ തന്നെ ടെസ്റ്റ് നടത്തുന്നില്ലേ, അത് നടത്തും. അപ്പോൾ എല്ലാവരുടെയും റിസൾട്ട് നമുക്ക് ഒന്നിച്ച് ഇവിടെ നിന്നും കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യാമല്ലോ. നിങ്ങൾ എപ്പം ഡെയിലി എഴുതുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. എന്നാലും ഇടയ്ക്കൊക്കെ നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഇട്ട് വെക്കും. ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള സമയത്താണല്ലോ ഇപ്പോൾ സൊല്യൂഷൻ ചെയ്ത് ഇടുന്നത്. അപ്പം ഇന്നലെ ഇംഗ്ലീഷാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഇന്ന് എല്ലാവരോടും പറഞ്ഞ് തലേദിവസം പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ് പിറ്റേ ദിവസം എക്സാം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചതിനകത്ത് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്നും ഞാൻ ഇന്നലെ പഠിപ്പിച്ചില്ല. പക്ഷേ ആ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് എല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞു. അതെല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നു. മുന്നോട്ട് അത് വേണം, നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഭാരതരത്നയെക്കുറിച്ചാണ്. ഓക്കെ ഭാരതരത്ന. ഭാരതത്തിനെക്കുറിച്ച് ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ്, എന്താ എഴുതുന്നതെന്ന് അറിയാവോ? നിങ്ങളിത് നോക്കി എഴുതാമല്ലോ, അപ്പം ഞാൻ അത്രയും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഓക്കെ മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് തടസ്സമില്ലാതെ കണ്ടെഴുതാനാണ്. പിന്നെന്താ പറയുന്നത്? പിന്നെന്താ പറഞ്ഞേ? ഇറ്റ് ഈസ് ആൻ അക്വലേഡ്. ഇറ്റ് ഈസ് ആൻ അക്വലേഡ്. അക്വലേഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നോ പ്രൈസ് മണി. ഓക്കെ നോ പ്രൈസ് മണി ഇല്ല കേട്ടോ. പ്രൈസ് മണി ഇല്ലാത്ത ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഒരു ഓണറാണെന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ പ്രൈസ് കൺസിസ്റ്റ് ഓഫ്, ഇനി എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രൈസ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഇരിക്കോ, പ്രൈസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് പ്രൈസിനകത്ത്? എന്തൊക്കെയാണ് വരുന്നത്? എന്തൊക്കെയാണ് വരുന്നത് പറയാമോ? ഫസ്റ്റ് സർട്ടിഫിക്കറ്റ്. അപ്പം നമ്മളിന്ന് പറഞ്ഞ എല്ലാ അവാർഡ്സും കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഓൺ ബിഹാഫ് ഓഫ് പ്രസിഡന്റ്. സർട്ടിഫിക്കറ്റ് ഓൺ ബിഹാഫ് ഓഫ് പ്രസിഡന്റ്. ഓക്കെ പിന്നെ സെക്കൻഡ് എന്ത് കൊടുക്കും? എ മെഡൽ in the shape of a people leaf. The people leaf. A medal in the shape of paper leaf കേട്ടോ. പീപ്പിൾ ലീഫിൻ്റെ ഷേപ്പിലുള്ള മെഡൽ. ഓക്കെ പീപ്പിൾ ലീഫ് എന്താണ്? ആലിലയില്ലേ, ആലിലയുടെ ഷേപ്പിലുള്ള ഒരു മെഡൽ ഉണ്ടാവും.
ഇനി ഈ മെഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പറഞ്ഞു പീപ്പിൾ ലീഫിൻ്റെ ഷേപ്പാണെന്ന് പറഞ്ഞു. ആൻഡ് ഓൺ ദി one side and on the one side shows the image of എന്താണ് sun, സൂര്യൻ. okay, one side shows the image of sun and below this written, അതായത് ഈ സണ്ണിൻ്റെ ഇമേജിൻ്റെ താഴെ below this written as എഴുതാണ് ഭാരത് രത്ന. ഓക്കെ, ഭാരത് രത്ന എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഭാരത് രത്ന. ഇനി ഈ ഭാരത് രത്ന എന്ന് എഴുതിയിരിക്കുന്നത് ഏത് സ്ക്രിപ്റ്റിലാണ്? സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ലിപി എന്ന് പറയും കേട്ടോ. ലിപി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് അറിയാലോ. ലിപി അക്ഷരമല്ല, അത് അക്ഷരം എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇൻ ഭാരത് രത്ന ഇൻ ദേവനാഗിരി സ്ക്രിപ്റ്റ്. ദേവനാഗിരി സ്ക്രിപ്റ്റ്. അതായത് ദേവനാഗിരി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയും സംസ്കൃതവും ഒക്കെ എഴുതുന്നത് ദേവനാഗിരി സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അറിയാലോ, ഹിന്ദി സംസ്കൃതമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിൻ്റെ പേരാണെന്ത്? ദേവനാഗിരി സ്ക്രിപ്റ്റ് കേട്ടോ. സ്ക്രിപ്റ്റ്. ഓക്കെ, ആൻഡ് കാണാമല്ലോ ഇവിടെ. ആൻഡ് ഓൺ ദി അതർ സൈഡ് there is the image of there is the image of Ashok symbol. Okay, Ashok symbol, image of Ashok symbol കേട്ടോ. എല്ലാം ഓർത്തിരിക്കണേ. ഭാരതരത്ന കേട്ടോ. അശോക് സിംബൽ. അതുപോലെ ഇതിൻ്റെ ബാക്കിയുണ്ട് അശോക് സിംബൽ. ഇതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് എഴുതാം അവിടെ. and below this and below this written and below this written as Satyameva Jayate. Satyameva Jayate. Okay, in Devanagari script. Again, Devanagari script. Okay. അപ്പം എന്തൊക്കെയാണ് നമ്മളിതുവരെ പറഞ്ഞത്? ഭാരതരത്നയെ കുറിച്ച് പറഞ്ഞു. ഭാരതരത്നയുടെ കാര്യം എന്ത് പറഞ്ഞു? ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഇൻ ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആണെന്ന് പറഞ്ഞു. ഇതൊരു അക്വലേഡ് ആണെന്ന് പറഞ്ഞു. അക്വലേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോ പ്രൈസ് മണി ആണ്.
പിന്നെ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞത് ഇതിൻ്റെ പ്രൈസായിട്ട് അല്ലെങ്കിൽ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ. പിന്നീട് നമ്മൾ പറഞ്ഞു ഒരു മെഡൽ ഉണ്ടാവും. ഈ മെഡലിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, നല്ലതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മെഡലിൻ്റെ ഷേപ്പ് എന്താണ്? പീപ്പിൾ ട്രീയുടെ ഷേപ്പാണ്. ഓക്കെ, പീപ്പിൾ ട്രീയുടെ ഷേപ്പാണ്. പിന്നെ നമ്മൾ പറഞ്ഞു മെഡലിൻ്റെ മെഡലിൻ്റെ വൺ സൈഡിൽ സണ്ണിൻ്റെ, അതായത് സൂര്യൻ്റെ പിക്ചറുണ്ട്. സൂര്യൻ്റെ ഇമേജിന് താഴെയായിട്ട് എന്താ ഉള്ളത്? ഭാരതരത്ന എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഭാരതരത്ന എന്ന് എഴുതിയിരിക്കുന്നത് ദേവനാഗരി സ്ക്രിപ്റ്റിലാണെന്ന് പറഞ്ഞു. ദേവനാഗരി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദി, സംസ്കൃത് ലാംഗ്വേജസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഓക്കെ. ഇനി മറു സൈഡിൽ അശോക സിമ്പൽ ഉണ്ടെന്ന് പറഞ്ഞു. അശോക സിമ്പൽ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, സിംഹത്തിൻ്റെ 4 സിംഹങ്ങളും നിൽക്കുന്ന ആ ഒരു കോയിൻസിലൊക്കെ വരുന്ന സിമ്പലില്ലേ, ആ സിമ്പൽ. അപ്പം അശോക സിമ്പൽ ഉണ്ട്. ആ സിമ്പലിന് താഴെയായിട്ട് സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സത്യമേവ ജയതേ എഴുതിയിരിക്കുന്നതും ഏത് ലാംഗ്വേജിലാണ്, ഏത് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്? ദേവനാഗരി സ്ക്രിപ്റ്റ്. ദേവനാഗരി സ്ക്രിപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അശോക സിമ്പൽ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. അശോക പില്ലേഴ്സ് ഉണ്ടല്ലോ, അശോക പില്ലർ. സാരാനാഥിൽ നമ്മൾ ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ സാരാനാഥിനെ കുറിച്ച്. അപ്പോൾ സാരാനാഥിൽ അശോക പില്ലറുണ്ട്. ആ അശോക പില്ലറിൽ ഈ സിംഹങ്ങൾക്ക് താഴെ സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് നിങ്ങളോട് ചോദിക്കും അശോക സിമ്പലിൽ സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഏത് സ്ക്രിപ്റ്റിലാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏത് സ്ക്രിപ്റ്റാണ്? ദേവനാഗരി സ്ക്രിപ്റ്റാണ്. അതുപോലെ തന്നെ ഈ സത്യമേവ ജയതേ, അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് എക്സ്ട്രാ ആയിട്ട് വിട്ടുപോയിട്ടൊരു കാര്യം പറയുകയാണേ. ഈ സത്യമേവ ജയതേ എന്ന് അശോക സിമ്പലിൽ എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ അശോക സിമ്പലിൽ, അല്ലെങ്കിൽ അശോക പില്ലറിൽ ഈ ഇതുണ്ടല്ലോ, ഈ സിമ്പൽ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സത്യമേവ ജയതേ എഴുതിയിട്ടുണ്ട്. ഈ സത്യമേവ ജയതേ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപനിഷത്തിൽ നിന്നാണ്. ആ ഉപനിഷത്തിൻ്റെ പേര് എക്സാമിന് ചോദിക്കാറുള്ളതാണ് മുണ്ടക ഉപനിഷത്ത്. മുണ്ടക ഉപനിഷത്ത് കേട്ടോ. ഇത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണേ. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന ആ സ്ലോഗൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതെടുത്തിരിക്കുന്നത്. ഓക്കെ, എഴുതിയോ? ഇത്ര എഴുതിയോ? ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളുടെ കമൻറ്റ് അങ്ങ്. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തു കഴിഞ്ഞാൽ എന്നോട് പറയണേ. ക്ലാസ്സിലാണെങ്കിലും നമ്മൾ ഇതുപോലെ ബോർഡിൽ നോട്ട്സ് ഒക്കെ എഴുതിയിടുവാണെങ്കിൽ അത് എഴുതിയെടുക്കാൻ സമയം തരും. അതേ രീതി തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ എഴുതാനുള്ള സമയം തരുകയാണ് കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഉടനെ എൻ്റെ അടുത്ത് പറയണേ. ഓക്കെ, ഇവിടെ കുറച്ചുകൂടി താഴോട്ട് എഴുതാമായിരുന്നല്ലേ? അതങ്ങ് താഴെ എഴുതിയാൽ മതിയായില്ല. എഴുതിക്കഴിഞ്ഞോ? ഓക്കെ. രഞ്ജിത്ത്, യമുന, ചന്ദന, വരുൺ, കാവ്യ, ശ്യാമ, ഓക്കെ, അൻസിൽ, ഹേമന്ത്, ആർഷ, സഞ്ജന. ഓക്കെ, എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? മനസ്സിൽ നിന്നോളുമല്ലോ ഈ കാര്യങ്ങൾ. അപ്പം ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങളോട് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കഴിവതും ഇന്ന് രാത്രി പഠിക്കുന്നവരാണ് ഇന്ന് രാത്രിയിൽ ഇന്നും പറയുന്നതാണ്, വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ മറന്നു പോകും, നിങ്ങൾ ചെയ്യത്തില്ല. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു എനർജിയിലൊക്കെ ചെയ്യും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചെയ്തില്ലെങ്കിലോ. അപ്പം ഇന്ന് പഠിച്ചില്ലെങ്കിൽ നാളെ തന്നെ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതിനുശേഷം വീക്കെൻഡിൽ ഇടയ്ക്കൊരു ദിവസം പറ്റുവാണെങ്കിൽ പഠിക്കണം. വീക്കെൻഡിൽ തീർച്ചയായിട്ടും റിവിഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. ഇത് ഇവിടേക്കാണേ.
ഭാരതരത്നയെ കുറിച്ച് തന്നെയാണ്. കുറേ ഉണ്ട്, കുറേ അധികം ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിലൊന്നും നിൽക്കത്തില്ല കേട്ടോ ഭാരതരത്ന. ഓക്കെ, ശ്രീരാജ് അങ്ങ് പോയോ? ശ്രീരാജ് ഓക്കെ. അപ്പം നമ്മൾ ഭാരതരത്നയെ കുറിച്ച് ബാക്കി പോയിന്റ്സ് പറയാണ്. ഭാരതരത്ന ഓക്കെ, ഭാരതരത്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവാർഡ് എന്ന് ഞാനങ്ങ് എഴുതുകയാണേ. അവാർഡ് അവാർഡ് സ്റ്റാർട്ടഡ് ഫ്രം എന്ന് തൊട്ടാണ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ. സ്റ്റാർട്ടഡ് ഫ്രം ജാനുവരി 2 കേട്ടോ, ജാനുവരി 2 1954 ഓക്കെ. ജാനുവരി 2 1954 മുതലാണ് ഓക്കെ, 1954 മുതലാണ് എന്ത് കൊടുക്കാൻ തുടങ്ങിയത്? ഭാരതരത്ന കൊടുക്കാൻ തുടങ്ങിയത്. ഓക്കെ ആണല്ലോ? ഇനി ഭാരതരത്നയെ കുറിച്ച് നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഏത് ദിവസമാണ് എന്നാണ് കൊടുക്കാൻ തുടങ്ങിയത്? ഡേറ്റ് ഓർമ്മ വന്നില്ലെങ്കിലും ഇയർ ഒന്ന് ഓർത്തിരിക്കുക. ഇയർ അങ്ങനെ ചോദിക്കുന്ന റെയർ ആണ്, എങ്കിലും ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. 1954 മുതലാണ് എന്ത് കൊടുക്കാൻ തുടങ്ങിയത്? ഭാരതരത്ന കൊടുക്കാൻ തുടങ്ങിയത്. ഇത് നമ്മളൊരു 56 എന്നും പറഞ്ഞൊരു ഇയർ പഠിച്ചില്ലേ, 1956. എന്താ 1956ന്റെ പ്രത്യേകത പറയാമോ? 1956 എന്ന് ഞാനിന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറ 1956 എന്താ ഞാൻ പറഞ്ഞതെന്ന്. ആ 1956-ന് 2 വർഷം മുന്നേ തൊട്ടാണ് ഭാരതരത്ന കൊടുക്കാൻ തുടങ്ങിയത് എന്ന് ഓർത്താൽ മതി കേട്ടോ. എന്താണ് 1956? നിങ്ങൾ പറ. ഇനി ഭാരതരത്നയെ കുറിച്ച് അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ഓൾവേസ് proposed by the PM of India. Okay, it is always proposed by the PM of India and given by President of India. കമന്റ്സ് വന്നോ? ഓക്കെ സുരാജ്, ഓക്കെ. ആ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത്, ശ്യാമ, കാവ്യ, സഞ്ജന. ഓക്കെ, 1956 വരെയായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ PM ആയിട്ടിരുന്നത്. 1956-ലാണ് അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 1956-ന് 2 വർഷം മുന്നേ ആണ് എന്ത് കൊടുക്കാൻ തുടങ്ങിയത്? നമ്മൾ ഭാരതരത്ന കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇയേഴ്സൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കണമെങ്കിൽ കുറച്ച് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പം അത് പറഞ്ഞു. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് ഓൾവേസ് പ്രൊപ്പോസ്ഡ് ബൈ ദ PM ഓഫ് ഇന്ത്യ ആൻഡ് ഗിവൺ ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കേട്ടോ. ഓക്കെ, അപ്പം പറഞ്ഞത് എന്താണ്? എപ്പോഴും ഭാരതരത്ന കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യുന്നതാണ് PM ആണ് അതിനുള്ള പ്രപ്പോസൽ വെക്കുന്നത്. പക്ഷെ കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പം ഓരോ സ്റ്റേറ്റ്സിൽ നിന്നും ഈ പറഞ്ഞ കൂട്ടുള്ള എല്ലാ അവാർഡുകളും കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആളുകളെ സ്റ്റേറ്റ് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഈ പറയുന്ന കൂട്ട് പാർലമെൻ്റൊക്കെ കൂടി അല്ലെങ്കിൽ സഭകളൊക്കെ കൂടി അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ടൊക്കെയാണ് ഫൈനലൈസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ലിസ്റ്റ് പ്രസിഡന്റിന് കൊടുക്കും. അവർക്കാണ് പ്രസിഡന്റ് കൊടുക്കുന്നത് കേട്ടോ.
അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ അപ്പം ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് അടുത്തൊരു പോയിന്റ്. ഇൻ ദ ബിഗിനിങ്, ഞാൻ ബ്രേക്ക് തരാവേ, ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ബ്രേക്ക് തരാം. ഇൻ ദ ബിഗിനിങ് എന്താ പറയുന്നത്? ഇൻ ദ ബിഗിനിങ്, സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് ഈസ് given, in the beginning it is given in the outstanding, in the beginning it is given to the outstanding performances in the field of, ഓക്കെ, അതായത് ഇനി പറയാൻ പോകുന്ന ചില മേഖലകളിലെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിന് ആണ്, പെർഫോമൻസിന് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറയേണ്ട, ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയാം കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസ് in the field of art, okay, culture, literature, science, science, politics and social work. അപ്പം ഈ പറഞ്ഞ ഫീൽഡിൽ, ഈ പറഞ്ഞ 5 ഫീൽഡ്, ഓക്കെ, 5 ഫീൽഡാണ് നമ്മൾ പറഞ്ഞത്. ആർട്ട്, ലിറ്ററേച്ചർ, പിന്നെ സയൻസ്, പൊളിറ്റിക്സ്, പിന്നെന്താ പറഞ്ഞത്, സോഷ്യൽ വർക്ക്. ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, പൊളിറ്റിക്സ്, ഇതായിരുന്നു പറഞ്ഞത് സോഷ്യൽ വർക്ക് അല്ലേ. അപ്പോൾ ഈ 5 ഫീൽഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസിനായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ എന്ത് കൊടുത്തിരുന്നത്? ഭാരതരത്ന കൊടുത്തിരുന്നത്. പക്ഷേ ഫ്രം 2011 ഇത് ഓർത്തിരിക്കണേ, ഫ്രം 2011 onwards, from 2000 ഏത് വർഷമാണ്? From 2011 onwards, it is given to the outstanding contributions in any field. ഓക്കെ, നേരത്തെ 5 ഫീൽഡിലേക്കായിരുന്നു കൊടുത്തിരുന്നത്, ഇപ്പോൾ എനി ഫീൽഡിലേക്കാക്കി. ഓക്കെ, എനി ഫീൽഡ്. നേരത്തെ ഏതൊക്കെ ഫീൽഡിലായിരുന്നു കൊടുത്തിരുന്നത്? 5 ഫീൽഡ് ഏതൊക്കെയാണ്? ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, പൊളിറ്റിക്സ്, സോഷ്യൽ വർക്ക്. ഇങ്ങനെ 5 ഫീൽഡിലേക്കായിരുന്നു ആദ്യം ഭാരതരത്ന കൊടുത്തുകൊണ്ടിരുന്നത്. എന്ന് മുതൽ? 1954 മുതൽ, ജനുവരി 2 മുതൽ. പക്ഷേ ഇപ്പോൾ 2011 മുതൽ അത് ഏത് ഫീൽഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടും കൊടുക്കാമെന്ന് മാറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ബാക്കി ഒരു 10 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം നിങ്ങൾക്ക് ബാക്കി പഠിപ്പിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ സമയം 8:33. ഓക്കെ, അപ്പോൾ 35 വിചാരിച്ചോ. അപ്പം നമ്മുടെ ക്ലാസ് 8:45 കേട്ടോ. വീണ്ടും 8:45. അധികം നേരം പോകത്തില്ല, ഒരു അരമണിക്കൂർ വരെ ക്ലാസ് കാണത്തുള്ളൂ കേട്ടോ. 8:45 to 9:15 വരെയൊക്കെ ക്ലാസ് ഉണ്ടാകത്തുള്ളേ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത്ര എഴുതിയെടുത്തോ?
എല്ലാവരും എഴുതിയിട്ടുണ്ടോ?